ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കുറച്ച് ദിവസമായി നല്ലൊരു കിടിലൻ ഹൊറർ മൂവിയുടെ കഥ പറഞ്ഞിട്ട് എന്ന് കരുതി ഒരു ക്ലീഷേ പ്രേതം ആത്മാവ് അങ്ങനെയുള്ളൊരു ഹൊറർ മൂവി ഒന്നല്ലത്. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഒരു കിടിലൻ മൂവി. ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു, ഇതുപോലത്തെ സിനിമ നമ്മുടെ മലയാളത്തിൽ എടുത്തോടെ, ഇങ്ങനത്തെ എത്ര കഥകൾ എഴുതാം. എന്തൊരു അടിപൊളി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിന്റെ കുറച്ചു നേരം കഥ ഒന്ന് തുടങ്ങാൻ വേണ്ടി മാത്രം ഒരു ഇച്ചിരി ലാഗുണ്ടാവും. എന്നാൽ അത് കഴിഞ്ഞാലോ പകയും പ്രതികാരവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു എന്താ പറയാ, വേറെ ലെവൽ സ്റ്റോറി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ കഥ മുഴുവനായിട്ട് കേട്ട് കഴിഞ്ഞു പറ്റുകയാണെങ്കിൽ സിനിമ എവിടെങ്കിലൊക്കെ പോയിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഇതിൽ ചില വിഷ്വൽസ് ഒന്നും എനിക്ക് നിങ്ങളെ കാണിക്കാൻ കഴിയില്ല. ബോഡി ഹൊറർ എന്നൊക്കെ പറഞ്ഞ അമ്മാതിരി സാധനങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ കഥയിലേക്ക് നേരെ അങ്ങ് പോവല്ലേ. സിനിമയുടെ ആരംഭത്തിൽ തായ്ലൻഡിലെ ഒരു ഗ്രാമത്തെ കാണിക്കുകയാണ്. ആ ഗ്രാമത്തിന്റെ പേരാണ് നോങ് പായ. ഈ ഗ്രാമത്തെ കുറിച്ചും അതുപോലെ ഈ ഗ്രാമത്തിലെ ആളുകളെ കുറിച്ചും പറയുകയാണെങ്കിൽ വിശ്വാസവും അന്ധവിശ്വാസവും ഒരുപാട് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. ആഭിചാരക്രിയകള്, ദുർമന്ത്രവാദം, കൂടോത്രം, അങ്ങനെ പറഞ്ഞ് ഒരു സാധാരണ മനുഷ്യൻ ചെയ്യാത്ത പല കാര്യങ്ങളും ഈ ഗ്രാമത്തിലെ പല ആളുകളും ചെയ്യാറുണ്ട്. അതിന്റെ ദുരിതം അവർ അനുഭവിക്കാറുണ്ട്. ഇപ്പൊ തന്നെ ആ ഗ്രാമത്തിലേക്ക് എവിടുന്നാണെന്ന് അറിയില്ല ഒരുപാട് കാക്കകൾ പറന്നു വരികയാണ്. അതൊരു അപായ സൂചന ആയതുകൊണ്ട് തന്നെ ഗ്രാമത്തിലുള്ള എല്ലാവരും അവരുടെ വീടുകൾ അടച്ച് ഉള്ളിൽ കയറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ കടകളും അടക്കുകയാണ്. എന്തോ ഒരു വലിയ ആപത്ത് ഈ ഗ്രാമത്തിലേക്ക് വരാനിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ഒരു ചെറിയ വീട്ടിന്റെ ഉള്ളിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. അവൾ ഗർഭിണിയായിരുന്നു. അവളിപ്പോ പ്രസവിക്കാൻ പോവാണ്. അവളുടെ പേരാണ് കമലയുടെ പ്രസവം എടുക്കാനായിട്ട് വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ അവിടെ ഉണ്ട്. പെട്ടെന്ന് ആ വീട്ടിലേക്ക് ഒരു കാക്ക വന്നിരിക്കുകയാണ്. ഇതേ നേരം തന്നെ കമല പ്രസവിക്കുന്നുണ്ട്. ആ സീനൊന്നും എനിക്ക് അങ്ങനെ കാണിക്കാൻ കഴിയില്ല. എന്തായാലും ഞാൻ പറയുന്നത് നിങ്ങൾ അതുപോലെ വിഷ്വലൈസ് ചെയ്യണം. ജനിച്ച പാടുള്ള ആ ഒരു കുഞ്ഞിനെ കണ്ട് പ്രസവം എടുത്ത ആ ഒരു സ്ത്രീ വല്ലാണ്ട് ഭയന്നു പോവാണ്. അതുപോലെ തന്നെ അമാനുഷികമായിട്ടുള്ള ഒരു കാര്യം നടക്കുകയാണ്. കുട്ടിയെ പുറത്തെടുത്ത സമയത്ത് ആ ഒരു പൊക്കിൾ കൊടി കട്ട് ചെയ്യാലോ, ആ പൊക്കിൾ കൊടി അവളുടെ ഗർഭപാത്രത്തിലേക്ക് തന്നെ ആര് വലിക്കുന്നത് പോലെ. അതുപോലെ തന്നെ ഇപ്പൊ പ്രസവിച്ച ആ ഒരു കുഞ്ഞാണെങ്കിൽ അതിന്റെ ആ ഒരു പൊക്കിൾ കൊടി കടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യം കണ്ട് ഞെട്ടിപ്പോയ പ്രസവം എടുത്ത ഈ ഒരു സ്ത്രീ ഭയന്നുകൊണ്ട് പുറത്തേക്ക് നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. ഇതേ നേരം ആ വീടിന്റെ മുകളിലായിട്ട് ആയിരക്കണക്കിന് കാക്കകൾ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരുപാട് കാക്കകൾ നിലമ്പത്തി താഴേക്ക് വീഴുന്നുണ്ട്. അതായത് എന്തോ ഒരു ആപത്ത് ഈ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞു എന്നാണ് ഈ കാക്കകൾ വന്നതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞു. ഇപ്പോ 9 വർഷമായിട്ടുണ്ട്. ആ ഗ്രാമത്തിലെ ഒരു മാർക്കറ്റ് കാണിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗത്തായിട്ട് പേടിച്ച് ഭയന്ന് വിറച്ചിരിക്കുന്ന ആരോടും സംസാരിക്കാത്ത ഒരു കുട്ടിയെ കണ്ടോ. ഇവളാണ് സിനിമയുടെ ആരംഭത്തിൽ ജനിച്ച ആ ഒരു കുഞ്ഞ്. അതുപോലെ തന്നെ അവളുടെ അമ്മയായിട്ടുള്ള കമല കാര്യമായിട്ട് തന്നെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഭർത്താവില്ലാ തോന്നുന്നു. ഇതേ നേരത്ത് അതിലൂടെ പോയ ഒരു സന്യാസി ആ കുഞ്ഞിനെ കണ്ട സമയത്ത്, എന്താണ് മോളെ നീ ഭയന്നുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങോട്ടേക്ക് വാ, എന്താ നിന്റെ പേരെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പെൺകുട്ടി പറയാണ്, എനിക്ക് പേരില്ല. ഇത് കേട്ട് സങ്കടായ ആ ഒരു സന്യാസി പറയാണ്, എന്നാൽ ഇന്നു മുതൽ ഞാൻ നിന്നെ പെണോർ എന്ന് വിളിക്കാൻ പോവാണ്. നിന്റെ എല്ലാ കഷ്ടകാലങ്ങളും മാറാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇത് പറഞ്ഞ് അവളുടെ കയ്യിൽ ഒരു ചരട് ഈ സന്യാസി കെട്ടിക്കൊടുക്കുകയാണ്. എന്നാൽ അടുത്ത നിമിഷം തന്നെ ഈ സന്യാസി നിലംപൊത്തി വീണ് ചോര ഛർദ്ദിക്കുകയാണ്. ഇത് കണ്ട് നാട്ടുകാരെല്ലാവരും ഓടിക്കൂടി. മാത്രമല്ല എല്ലാവരും ഇപ്പൊ പെണോറിനെ ചീത്ത പറയാൻ തുടങ്ങുകയാണ്. കാരണം അവൾ ജനിച്ചതേ ഒരു പിശാചിനെ പോലെയാണ്. അവൾ ഈ നാട്ടിലേക്ക് വന്നത് തന്നെ വലിയ ശാപമായിട്ടാണ്. അവളൊരു നശിച്ച ജന്മാണെന്നാ നാട്ടുകാർ പറയുന്നത്. എന്നാൽ ഈ സന്യാസി ഇങ്ങനെ ബോധം കെട്ട് വീണതോട് കൂടിയിട്ട് നാട്ടുകാർ അവളെ ഒന്നുകൂടെ കൂടുതലായിട്ട് ചീത്ത പറയാൻ തുടങ്ങുകയാണ്. ആരും അവൾക്കൊരു വില കൊടുക്കില്ല. എപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ട് ദ്രോഹിച്ചുകൊണ്ട് എന്തിനു പറയണം. അവളുടെ അമ്മയായിട്ടുള്ള കമല പോലും പെണോറിനെ സ്നേഹിക്കാറില്ല. ഇവിടെയാണ് സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് പെണോർ. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു. പെണോർ ഇപ്പൊ +2 എത്തിയിട്ടുണ്ട്. ഇപ്പൊ അവളുടെ ക്ലാസ് റൂം കാണിക്കുകയാണ്. അവിടുത്തെ ആ ഒരു ബോർഡ് അവൾ മായ്ച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ഗ്രൗണ്ടിൽ കുറച്ച് പിള്ളേര് കളിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ചെറുക്കനുണ്ട്, ടോണി. അത്യാവശ്യം കാണാൻ നല്ല ലുക്കാ. പെൺകുട്ടികൾക്കൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ കൂട്ടത്തിൽ നമ്മുടെ പെണോറിനും അവനോട് ചെറിയൊരു ഇഷ്ടമുണ്ട്. അതുകൊണ്ട് മുകളിൽ നിന്നും ജനാലയിലൂടെ പെണോർ ഇപ്പോ ഈ ടോണിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവള് മാത്രമല്ല, ഗ്രൗണ്ടിൽ വേറെയും പെൺകുട്ടികൾ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അതിൽ പ്രധാനിയാണ് ടാനിയ എന്ന് പറഞ്ഞ പെൺകുട്ടി. അവളുടെ കൂടെ അവളുടെ 2 കൂട്ടുകാരികളുണ്ട്. മാത്രമല്ല ഈ ടാനിയ ആ നാട്ടിൽ അത്യാവശ്യം പണക്കാരനായിട്ടുള്ള ഒരാളുടെ മകളാണ് കേട്ടോ. അതിന്റെ ഒരു അഹങ്കാരം ഒരു ഇച്ചിരി ഉണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഈ ടോണിയുടെ ഒരു കൂട്ടുകാരിയുണ്ട്, ലീനയുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പൊ കളി കഴിഞ്ഞ് ടോണി പോവാൻ നിൽക്കുമ്പോൾ അവന് വെള്ളം കൊടുക്കാനായിട്ട് ലീന പോവാണ്. അതൊട്ടും നമ്മുടെ ടാനിയക്ക് ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ട് തന്നെ കാല് വെച്ച് ലീനയെ അവള് വീഴ്ത്തുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന നമ്മുടെ ടോണി പറയാണ്, ലീന കുഴപ്പമൊന്നുമില്ലല്ലോ, എഴുന്നേൽക്കെന്ന് പറഞ്ഞിട്ട് അവള് എഴുന്നേൽപ്പിക്കുകയാണ്. ഇതുകൂടെ കണ്ടപ്പോൾ ടാനിയക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം അസൂയം തോന്നുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ടോണിയുടെ മുഖത്തായിട്ട് ഒരു 8 കാലിയെ ലീന കാണുന്നുണ്ട്. ലീന അതിനെ തട്ടിക്കളഞ്ഞ് നിലത്തിട്ട് ചവിട്ടുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ അവളുടെ ഷർട്ടിന്റെ ഉള്ളിൽ നിന്നും ഒരുപാട് ഇതുപോലെ 8 കാലികൾ പുറത്തേക്ക് വരികയാണ്. ആദ്യമൊക്കെ 1, 2 ആയപ്പോ അതിനെ തട്ടിക്കളഞ്ഞു. എന്നാൽ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ലീന ആകെ പേടിച്ചു പോയി. ഓരോന്നിനെയും തട്ടാൻ തുടങ്ങി. ദേഹം മുഴുവൻ ചൊറിയാൻ തുടങ്ങി. പിന്നീട് നഖം വെച്ച് മാന്തി അവളുടെ തൊലിയും മുഖവും ഇതെല്ലാം പൊളിയാൻ തുടങ്ങുകയാണ്. എന്നാൽ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ലീനയുടെ മുഖത്ത് കാണുന്ന ആ 8 കാലി അത് അവൾക്ക് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. മറ്റാർക്കും ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ടോണിയും അതുപോലെ തന്നെ ടാനിയ ഇവരൊക്കെ ആകെ പേടിച്ച് എന്താണ് ലീനയ്ക്ക് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇതേ
നേരം തന്നെ അവരുടെ സ്കൂളിലെ പ്രധാനിയായിട്ടുള്ള മാഷായിട്ടുള്ള ഹരിദാസ് അങ്ങോട്ടേക്ക് വരികയാണ്. പിന്നെ വേറൊരു കാര്യം പറയാണ്ട്, ഒരു തായ് മൂവി ആയതുകൊണ്ട് തന്നെ ആ കഥാപാത്രങ്ങളുടെ പേര് പറഞ്ഞാൽ എല്ലാവർക്കും അത് ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നാടൻ പേരുകൾ ഞാൻ പല കഥാപാത്രങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. അപ്പൊ പിള്ളേരുടെ മാഷായിട്ടുള്ള ഈ ഹരിദാസ് ഓടി വന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ലീനയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയാണ്. അങ്ങനെ വേഗം തന്നെ അവൾ അവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം മുകളിൽ നിന്നുകൊണ്ട് ഒരാൾ അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. മറ്റാരുമല്ല, പെണോറ് തന്നെ. എല്ലാവരും ഭയന്നതുപോലെ അവള് ഭയന്നിട്ടൊന്നുമില്ല. അവള് ഭയങ്കര കൂളായിട്ട് തന്നെ അതങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇനിയിപ്പോ ഇതെല്ലാം പെണോറിന്റെ പണി ആയിരിക്കോ അറിയില്ല കേട്ടോ. അങ്ങനെ സ്കൂളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ പെണോറ് അവളുടെ അമ്മയായിട്ടുള്ള കമല ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണ സാധനം വിൽക്കാൻ വേണ്ടി ആ ഒരു തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ഇതേ നേരം തന്നെ അവിടെ ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരാളുണ്ട്, ഒരു ട്രാൻസ്ജെൻഡർ ആണ്. അവരുടെ പേര് കൽപ്പന എന്നാണ് കേട്ടോ. അവരുടെ ഷോപ്പിന്റെ മുന്നിലൂടെ ഇപ്പൊ പെണോറ് പോയപ്പോൾ കൽപ്പനയ്ക്ക് അത് ഒട്ടും ഇഷ്ടാവുന്നില്ല. അവളെ വല്ലാതെ ആട്ടി വിടുകയാണ്. എന്തിനും ഇങ്ങോട്ടേക്ക് വന്നേ, മര്യാദക്ക് ഇവിടുന്ന് പോടി എന്ന് പറഞ്ഞിട്ട് ഓടിപ്പിക്കുകയാണ് കേട്ടോ. പേടിച്ചു പോയ പെണോറ് വേഗം തന്നെ അവിടെ നിന്ന് ഓടുകയാണ്. പിന്നീട് അവളോട് ഒരു ഇച്ചിരി ഇഷ്ടമൊക്കെ കാണിക്കുന്ന വേറെ ആൾക്കാർ ഇവിടെ ഉണ്ടാവുമല്ലോ, അവരുടെ കടയിലൊക്കെ കൊണ്ടുപോയി സാധനങ്ങൾ വിറ്റ് കാശ് മേടിച്ച് അവൾ തിരിച്ചു പോവാണ്. ആ സമയത്ത് അവൾക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു കേട്ടോ. ഈ നാട്ടിൽ അവൾക്ക് ഒരേ ഒരു കൂട്ടുകാരിയേ ഉള്ളൂ, അത് ഈ പെൺകുട്ടിയാണ്. ലാലു എന്ന് തൽക്കാലം വിളിക്കാം. ബാക്കി ആരൊക്കെ നമ്മുടെ പെണോറിനെ വെറുത്താലും അടുപ്പിക്കാതിരുന്നാലും ലാലുവിന് പെണോറിന് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഈ ലാലുവിന്റെ അച്ഛൻ ഒരു പോലീസുകാരനാണ്. പിന്നീട് ഇവർ രണ്ടുപേരും മിഠായിയെല്ലാം മേടിച്ച് കഴിച്ച് അവർ സ്ഥിരമായിട്ട് പോകുന്ന ഒരു ഫോട്ടോഗ്രാഫർ ചേട്ടനുണ്ട്. അയാളുടെ കടയിലേക്ക് പോവാണ്. ആ ചേട്ടന്റെ പേര് ബാബു ചേട്ടൻ എന്നാ. ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു ഫോട്ടോ എടുത്തരോ ബാബു ചേട്ടൻ ചോദിച്ചപ്പോൾ, ഓ അതിനെന്താ മക്കളെ, വാ ഞാൻ ഫോട്ടോ എടുത്തരാന്ന് പറയാണ്. അങ്ങനെ പെണോറും ലാലും കൂടെ ഫോഴ്സ് ചെയ്യാണ്. ഈ പെണോറ് നിൽക്കുന്നത് കണ്ടോ, എന്തോ ആരും അടിക്കാൻ നിൽക്കുന്ന പോലെ. അപ്പൊ ലാല് പറയണേ, എന്റെ പൊന്നു പെണോറെ ഒരു ഫോട്ടോ എടുക്കാനോ, ഒന്ന് ചിരിക്കുന്നു പറയാണ്. ആ സമയത്ത് നമ്മുടെ പെണോറ് ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞിട്ട് പല്ല് കാണിച്ച് നിൽക്കുക. അതിന് ചിരി എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് രണ്ടുപേരും കൂടെ മിഠായി കഴിച്ച് ആ സ്ട്രീറ്റിലൂടെ പോകുമ്പോൾ ഒരു പയ്യനുണ്ട് വേറെ 4-5 ആൾക്കാരെ എടുത്തിട്ട് പെരുമാറുന്നു. അവന്റെ പേര് സൂര്യ എന്നാട്ടോ. അപ്പൊ അതിലൂടെ പോകുന്ന ഈ ലാലു അതുപോലെ തന്നെ പെണോറ് ഇവർ രണ്ടുപേരെയും കണ്ടപ്പോൾ സൂര്യയുടെ ശ്രദ്ധ അങ്ങോട്ടേക്കൊന്ന് മാറുകയാണ്. ഇതേ നേരം അടി കൊണ്ട് നിലത്ത് വീണെടുക്കുന്ന ഒരുത്തൻ കത്തിയെടുത്ത് സൂര്യക്ക് നേരെ വീശുകയാണ്. എന്നാൽ അതിൽ നിന്നും അവൻ ജസ്റ്റ് ഒന്ന് എസ്കേപ്പ് ആവുകയാണ്. പിന്നീട് എല്ലാത്തിനെയും അടിച്ച് ഓടിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പെണോറും ലാലുവും കൂടെ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂടുന്നുണ്ട്. വേഗം രണ്ടുപേരും അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നാൽ അവരോട് ഈ സൂര്യ ഒരു നന്ദിയല്ലേ പറയുന്നത്. എന്നാൽ സൂര്യ നമ്മുടെ പെണോറിനെ നോക്കിയിട്ട് പറയാണ്, പെണോറെ നീ ഇനി എനിക്ക് എന്തൊക്കെ ചെയ്തു തന്നാലും ശരി, നിന്നോടുള്ള എന്റെ ദേഷ്യം ഒരിക്കലും മാറില്ല എന്ന്. അതിനൊരു കാരണമുണ്ട്. ഇപ്പൊ ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ചെറിയ പ്രായത്തിൽ നമ്മുടെ ഈ ഒരു പെണോറും അതുപോലെ തന്നെ ഈ സൂര്യ നല്ല കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം പെണോർ സൂര്യയെ കാണാൻ വേണ്ടി അവന്റെ വീട്ടിലേക്ക് പോയപ്പോൾ ഈ സൂര്യയുടെ അമ്മ അവൾ ആ ഒരു വീട്ടിലേക്ക് കയറ്റിയില്ല. ഇവിടുന്ന് പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് അവൾ ആട്ടി വിട്ടു കേട്ടോ. അങ്ങനെ സങ്കടത്തിൽ അവൾ പോകുന്ന സമയത്ത് ഈ സൂര്യയുടെ അമ്മ പെട്ടെന്ന് അവിടെ ബോധം കെട്ട് വീഴാണ്. നിലത്ത് കിടന്ന് പെടയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പെണോർ അങ്ങോട്ടേക്ക് വന്നിട്ട് അവരുടെ കഴുത്തിന്റെ ഭാഗത്ത് കൈവെക്കാണ്. ആ നേരത്ത് അവരുടെ ദേഹത്തുണ്ടായിരുന്ന എന്തോ ഒരു കറുപ്പ് നമ്മുടെ പെണോറിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ആ ഒരു കറുപ്പ് അവളുടെ കണ്ണിലേക്ക് വരെ കയറുന്നുണ്ട്. എന്നാൽ ഇതേ നേരത്ത് തന്നെ സൂര്യ അവന്റെ അച്ഛൻ രണ്ടുപേരും അങ്ങോട്ടേക്ക് വരികയാണ്. സൂര്യയുടെ അച്ഛൻ അവളെ ഇപ്പൊ തള്ളിയിട്ട് നീ എന്താ ഇവിടെ കാണിക്കുന്നത്, ഇവിടുന്ന് പോന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഓടിപ്പിക്കുകയാണ്. എന്നാൽ അധികം വൈകാതെ തന്നെ സൂര്യയുടെ അമ്മ അവിടെ വെച്ച് മരണപ്പെട്ടു. അപ്പൊ സൂര്യ വിചാരിക്കുന്നത് പെണോറാണ് അവന്റെ അമ്മയെ എന്തോ ചെയ്തതെന്ന്. അപ്പൊ ആ ഒരു ദേഷ്യമാണ് അവന്റെ ഉള്ളിൽ. എപ്പോ കണ്ടാലും അവളെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും സൂര്യ. പിന്നീട് എന്തായാലും അധിക നേരമൊന്നും അവൾ അവിടെ നിൽക്കാതെ നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തിയ സമയത്ത് അവൾ മറ്റൊരു കാഴ്ച കാണുകയാണ്. അവളുടെ അമ്മയായിട്ടുള്ള കമല എന്തൊക്കെയോ ചില ദുർമന്ത്രവാദങ്ങൾ നടത്തുന്നുണ്ട്. അവരുടെ മുന്നിലായിട്ട് ഒരു ചെറിയ തോർത്തില് അല്ലെങ്കിൽ ഒരു തുണിയില് ഒരു മരിച്ചുപോയ കുട്ടിയുടെ ബോഡി ഉണ്ടായിരുന്നു. പിന്നീട് കത്തി വെച്ച് അവര് സ്വയം കുത്തി മരിക്കാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പെണോർ അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് അതിനെ തടുക്കുകയാണ്. എന്നാൽ പെണോറിനെ തട്ടി മാറ്റി അവളുടെ അമ്മയായിട്ടുള്ള കമല പറയാണ്, നോക്കിക്കോ ഇന്നല്ലെങ്കിൽ മറ്റൊരു ദിവസം ഞാൻ മരിച്ചിരിക്കും, നീ കാരണമാണ് എന്റെ ലൈഫ് ഇങ്ങനെ നശിച്ചു പോയത്, മാറി നിക്കടി അവിടുന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തില് കമല അവിടുന്ന് പോവാണ്. സത്യം പറഞ്ഞാൽ പെണോറിനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് അവളുടെ അമ്മ തന്നെയാണ്. ഒരു തരി പോലും സ്നേഹം കൊടുക്കാറില്ല. അങ്ങനെ ആ സങ്കടത്തില് പെണോറ് പോയിട്ട് അവളുടെ കട്ടിൽ കിടക്കുകയാണ്. പതിയെ പതിയെ അവൾ ഉറങ്ങിപ്പോകുന്നുണ്ട്. ആ സമയത്ത് അവൾ ഒരു സ്വപ്നം കാണുകയാണ്. ഒരു കൂട്ടം ആൾക്കാർ സാധാരണ രീതിയിലുള്ള പ്രാർത്ഥനയല്ല, മറ്റെന്തോ ഒരു രീതിയിലുള്ള പ്രാർത്ഥന, ഒരു ദുർമന്ത്രവാദമാണെന്ന് തോന്നുന്നു. ആ കൂട്ടത്തിലേക്ക് നെഞ്ചിൽ ഒരു പ്രത്യേക രീതിയിൽ ടാറ്റു അടിച്ച ഒരാൾ വരുന്നുണ്ട്. അവരുടെ നേതാവാണ്. ഇപ്പൊ നേരെ അയാൾ ഒരു ശില്പത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ആ ശില്പത്തിന് 4 കൈകളുണ്ട്. ഒരു പ്രത്യേകതരം മുഖമാണതിന്. അതുപോലെ ആ ശില്പത്തിന്റെ മുന്നിലായിട്ട് ഒരു സ്ത്രീയെ ഇരുത്തിയിട്ടുണ്ട്. അവരുടെ പുറത്തായിട്ട് എന്തൊക്കെയോ കുത്തിക്കുറിച്ച് വരച്ചിട്ടുണ്ട്. ആ സ്ത്രീ അത് മറ്റാരുമല്ല, പെണോറിന്റെ അമ്മയായിട്ടുള്ള കമല തന്നെയാണ്. കമല പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ പെണോറിനെ കാണുകയാണ്. അതേ നേരം തന്നെ പെണോറിന്റെ വയറ്റിൽ നിന്ന് ഭയങ്കരമായ വേദന. അവൾ അവളുടെ ആ ഒരു ബനിയെ മാറ്റി നോക്കുമ്പോൾ ഒരു കുട്ടിയുടെ കൈയും കാലൊക്കെ വയറ്റിൽ നിന്നും പുറത്തേക്ക് വരുന്നത് പോലെ അവൾക്ക് ഫീൽ ആവുകയാണ്. ഭയങ്കരമായ വേദനയും. അവൾ ആകെ ഞെട്ടി. അങ്ങനെ ആ ഉറക്കത്തിൽ നിന്നും അവൾ ചാടി എഴുന്നേൽക്കുകയാണ് കേട്ടോ. ഈ ചെറിയ കുട്ടി എന്തൊക്കെയാണ് അനുഭവിക്കുന്നത്, ആരാണ് ശരിക്കും ഇവള്? പിറ്റേന്ന് രാവിലെ ആയപ്പോ തന്നെ പെണോർ ലാലുവിനെ കാണാനായിട്ട് അവളുടെ വീട്ടിലേക്ക് പോകണം. അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു ആൾക്കൂട്ടം കണ്ട് പെണോർ അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ്. നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ, ഒരു മത്സ്യത്തൊഴിലാളി പുഴയരികിൽ മരിച്ചു കിടക്കുകയാണ്. അത് സാധാരണ രീതിയിലൊന്നുമല്ല, അയാളുടെ ഉൾഭാഗത്തിൽ നിന്നും എന്തോ ഒരു മുറിവ് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അതായത് നമ്മളൊരു ആയുധം വെച്ച് ഒരാളെ ഉപദ്രവിച്ചാൽ ഉള്ളിലേക്കല്ലേ മുറിവുണ്ടാവുക, ഇതങ്ങനെയല്ല, ഉള്ളിൽ നിന്നും പുറത്തേക്ക് എന്തോ വന്നതുപോലെ വളരെ ക്രൂരമായിട്ടാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ മരിച്ച ആളുണ്ടല്ലോ, അയാളുടെ ഭാര്യ അവിടെ വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ആ നേരത്ത് ആ സ്ത്രീ അങ്ങോട്ടേക്ക് വന്ന പെനോറിനെ കാണുകയാണ്. ആ സ്ത്രീ പറയുന്നുണ്ട്, ഇവള് കാരണമാണ് എന്റെ ഭർത്താവ് മരിച്ചുപോയെന്ന്. കാരണം അയാളുടെ ഡെഡ് ബോഡിയുടെ പല ഭാഗത്തു നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചില പാവകൾ കിട്ടുന്നുണ്ട്. അപ്പൊ ചില ആളുകളൊക്കെ പറഞ്ഞായിരുന്നു ഇത് ദുർമന്ത്രവാദം കാരണമാണ് ഇയാൾ അങ്ങനെയാ മരിച്ചിരിക്കുന്നത്. എന്നാൽ ആ ഒരു സ്ത്രീ പറയുന്നത് പോലെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പെനോറിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുക? നമ്മുടെ ലാലുവിന്റെ അച്ഛൻ പോലീസാന്ന് പറഞ്ഞല്ലോ, അയാളും അവിടെ തന്നെ ഉണ്ട്. ഒരു തെളിവില്ലാതെ ചുമ്മാ പെനോറിനെ അങ്ങനെ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. പിന്നീട് പെനോറിനോടും ലാലുവിനോടും അവിടുന്ന് പോകാൻ വേണ്ടി പറയണം. രണ്ടുപേരും അധികം ആളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോയിട്ട് നമ്മുടെ പെനോർ ഇപ്പൊ ലാലുവിനോട് ഇന്നലെ കണ്ട സ്വപ്നത്തിനെ കുറിച്ച് പറയാണ്. നെഞ്ചത്ത് ടാറ്റു അടിച്ചു വന്ന ആ ആളെ കുറിച്ചും പറയുന്നുണ്ട്. ഇപ്പോ ലാലു പറയാണ്, നിനക്ക് ആ ഒരു ടാറ്റു ഓർമ്മയുണ്ടോ? ഒന്ന് വരച്ചു തരാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ലാലുവിന്റെ കയ്യിലുള്ള പേപ്പറിൽ പെനോർ അത് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇതേ നേരം തന്നെ പെനോറിന്റെ കാലിന്റെ സൈഡിലൂടെ ബ്ലഡ് ഒലിച്ചു വരുന്നുണ്ട്. ആദ്യം പെനോർ പേടിച്ചു പോയെങ്കിലും ലാലു പറയാണ്, നിനക്ക് പ്രായപൂർത്തിയായതാണ്, നീ എന്തായാലും ഇവിടെ ഇരിക്കുക, നിനക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവൾ ഒരു സ്ഥലത്ത് കൊണ്ടുവരുത്തുകയാണ്. എന്നിട്ട് മെഡിക്കൽ ഷോപ്പ് പോയിട്ട് പാഡും മെഡിസിനൊക്കെ മേടിക്കുകയാണ്. തിരിച്ചു പോകുന്ന സമയത്ത് ലാലുവിന്റെ അച്ഛൻ അവളെ കാണുകയാണ്. മോളെ എന്താ ഇവിടെ പരിപാടി ചോദിക്കുമ്പോൾ ഒന്നുമില്ല അച്ഛാ, ഞാൻ നമ്മുടെ പെനോറിന് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വന്നേന്ന് പറയണം. എന്നാൽ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയിക്കോളണമെന്ന് ലാലുവിന്റെ അച്ഛൻ പറയാണ് കേട്ടോ. ശരി അച്ഛാന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് വേഗം പോകുമ്പോൾ അവൾ ഏതോ ഒരാളുടെ ദേഹത്ത് ചെന്ന് തട്ടുകയാണ്. അവളുടെ കയ്യിലുണ്ടായിരുന്ന മരുന്ന്, അതുപോലെ തന്നെ പെനോർ വരച്ചു കൊടുത്ത ആ ഒരു ചിത്രം, ഇതെല്ലാം താഴേക്ക് വീഴാണ്. ആ ആള് തന്നെ പിന്നീട് അത് അവൾക്ക് എടുത്തു കൊടുക്കുകയാണ്. ആ നേരത്ത് ഈ ആളുടെ നെഞ്ചിൽ ആ ഒരു ടാറ്റു, അതായത് പെനോർ വരച്ചു കൊടുത്ത ആ ഒരു ടാറ്റു ലാലു കാണുന്നുണ്ട് കേട്ടോ. അവള് വേഗം തന്നെ അതെടുത്തു. ചെറിയൊരു ഭയത്തിൽ അവൾ അവിടെ ഓടുകയാണ്. എന്നാൽ ഇതേ നേരം തന്നെ ആ ആള് അയാളുടെ കഴുത്തിൽ ഒരു മാല പിടിച്ചുകൊണ്ട് ചില മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നുണ്ട്. ഇതിനുശേഷം ലാലുവിനെ കാണിക്കുകയാണ്. മരുന്നെല്ലാം മേടിച്ചുകൊണ്ട് പെനോറിന്റെ അടുത്തേക്ക് അവള് പോവാണല്ലോ. ആ നേരത്ത് എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ അവൾ കേൾക്കുന്നുണ്ട്. ഒരുപാട് പല്ലികളുടെ ശബ്ദമാണ്. അവൾക്ക് ആകെ പേടിയായി. അതുപോലെ തന്നെ അവളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ നിലത്ത് വീണുപോയി. വല്ലാത്ത വേദന വയറ്റിൽ നിന്ന് വരികയാണ്. പാവൻ ലാലു ഇപ്പോ ആരുമില്ലാത്ത ആ ഒരു സ്ഥലത്ത് കിടന്ന് പെടയാൻ തുടങ്ങുകയാണ്. ഇത് കണ്ട് അങ്ങോട്ടേക്ക് നമ്മുടെ പെനോർ ഓടി വരുന്നുണ്ട്. അപ്പോഴേക്കും ലാലുവിന്റെ പല ഭാഗത്തുനിന്നും രക്തം പുറത്തേക്ക് വരാൻ തുടങ്ങി. അതിനേക്കാൾ ഞെട്ടിപ്പിച്ച കാര്യം എന്താന്ന് വെച്ചാൽ അവളുടെ ഓരോ ദ്വാരങ്ങളിലൂടെയും പല്ലികൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. ആ സമയത്തെല്ലാം വേദന കൊണ്ട് ലാലു പെടയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ പെനോർ കരഞ്ഞുകൊണ്ട് തന്നെ അവളുടെ ദേഹത്ത് തൊട്ടപ്പോ അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു കറുപ്പ് പെനോറിന്റെ ഉള്ളിലേക്ക് വരികയാണ്. സത്യത്തിൽ ആരാണ് ഈ പെനോർ? അവള് തന്നെയാണോ ഇതൊക്കെ ചെയ്യുന്നത്? അറിയില്ല. പക്ഷെ അവസാനം സംഭവിച്ചത് അതൊന്നും എനിക്ക് നിങ്ങളെ കാണിക്കാൻ കഴിയില്ല. അതായത് ലാലുവിന്റെ ഉള്ളിൽ നിന്നും ഒരുപാട് പല്ലികൾ, അവളുടെ കണ്ണുണ്ടല്ലോ, ആ കണ്ണിന്റെ ആ ഒരു ഗോളം പുറത്തേക്ക് വന്ന് അവിടെ ഒരു ഹോൾ ഉണ്ടായി, അതിലൂടെ വരെ പല്ലികൾ പുറത്തേക്ക് വരികയാണ്. അപ്പൊ കൂടുതലായിട്ട് ഞാൻ പറയണ്ടല്ലോ ഏതിലൂടെയൊക്കെ ആ ഒരു പല്ലികൾ വന്നിട്ടുണ്ടാവുമെന്ന്. പാവം നമ്മുടെ ലാലു ഇത്രയും വേദന സഹിച്ചുകൊണ്ട് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ആരൊക്കെയോ വിളിച്ചു പറഞ്ഞ് പോലീസുകാരും അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. അത് മറ്റാരുമല്ല, ലാലുവിന്റെ അച്ഛൻ തന്നെയാണ്. ആ മനുഷ്യൻ ഞെട്ടിപ്പോയി. പെനോറിനോട് അപ്പൊ തന്നെ അവിടെ നിന്ന് മാറി നിൽക്കാൻ പറയാണ്. പിന്നീട് അവരെല്ലാവരും ലാലുവിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. കുറച്ചു നേരത്തെ പരിശോധനയെല്ലാം കഴിഞ്ഞു. പക്ഷേ ലാലു മരണപ്പെട്ടു പോവാണ്. ഇപ്പൊ ലാലുവിന്റെ അച്ഛൻ അതായത് അലക്സിനെ വിളിച്ച് ആ ഒരു ഡോക്ടർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല, അത്രയും രക്തം പോയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല സാറേ, എങ്ങനെയാണ് ഈ കുട്ടിയെ കൊന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് ആയുധം ഉപയോഗിച്ചിട്ടാന്ന് പോലും മനസ്സിലാവുന്നില്ല. കാരണം മുറിവുകളെല്ലാം പുറത്തുനിന്ന് ഉണ്ടായതല്ല, ഉള്ളിൽ നിന്നാണ് ഉണ്ടായത്. എനിക്കറിയില്ല സാർ ഇത് എന്താന്ന്. ആകെ ആശയക്കുഴപ്പത്തിലായ ഈ ഒരു അലക്സ് നേരെ സ്റ്റേഷനിലേക്ക് പോകണം. കാരണം പെനോറിനെ ഓൾറെഡി അറസ്റ്റ് ചെയ്ത് ജയിലാക്കിയിട്ടുണ്ടല്ലോ. അങ്ങോട്ടേക്ക് പോയി ഈ അലക്സ് അവളെ തുറന്നു വിടുകയാണ്. അപ്പൊ പെനോറിനോട് ഈ അലക്സ് പറയുന്നുണ്ട്, നിനക്കെതിരെ ഇപ്പൊ യാതൊരു തെളിവും എന്റെ കയ്യിലില്ല, പക്ഷേ നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട, ഒരു ദിവസം നിന്റെ എന്റെ കയ്യിൽ കിട്ടുന്ന പറയാണ്. പേടിച്ചുകൊണ്ട് പെനോർ ഇപ്പോൾ നേരെ അവളുടെ വീട്ടിലേക്ക് പോകണം. ആ നേരത്ത് അവളെ കാത്തുകൊണ്ട് തന്നെ കമല, അതായത് അവളുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. വന്ന പാട് തന്നെ 4 ചീത്ത പറയാണ്, നീ നാട് മുഴുവൻ നടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കോ. എന്നാൽ കരഞ്ഞുകൊണ്ട് തന്നെ പെനോർ പറയുന്നുണ്ട്, ഞാനൊന്നും ചെയ്തിട്ടില്ല അമ്മേ. എന്നാൽ കമൽ അതൊന്നും കേൾക്കാതെ അവളൊരു റൂമിൽ പൂട്ടിയിടുകയാണ്. സത്യം പറഞ്ഞാൽ കമല ഇത് ചെയ്തത് അതുകൊണ്ടൊന്നുമല്ല, അവൾക്ക് കിട്ടിയ ഒരു കത്തിനനുസരിച്ചാണ് ഇതുപോലെ ചെയ്തത്. ആരാണ് ആ ഒരു കത്ത് അവിടെ വെച്ചതെന്നൊന്നും കമലയ്ക്ക് അറിയില്ല. എന്നാൽ ആ ഒരു കത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിന്റെ മകൾ പെനോർ, അവൾക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട്, ഇനി മുതൽ രാത്രി കാലങ്ങളിൽ അവളെ പുറത്തേക്ക് വിടാൻ പാടില്ല, ഇതൊരു വാണിംഗ് ആണെന്ന് പറയാം. ശരിക്കും എന്തിനായിരിക്കും പെനോറിന്റെ അമ്മ കമല ആരാണെന്ന് പോലും അറിയാത്ത ഒരാൾ എഴുതി വെച്ച കത്ത് കണ്ട് ഇങ്ങനെ ഭയക്കുന്നത്? അതുപോലെ പെനോറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലാലുവും അവളെടുത്ത ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, അത് നോക്കി ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. ലാലുവിന്റെ കാര്യം ആലോചിച്ചിട്ട് പാവം നമ്മുടെ പെനോറിന് ഉറക്കം തന്നെ വരുന്നില്ല. അർദ്ധരാത്രിയായിട്ടുണ്ട്. ഇപ്പൊ ചന്ദ്രൻ പോലും ചുവന്ന് നിൽക്കുകയാണ്. ആ നേരത്താണ് പെട്ടെന്ന് അത് സംഭവിക്കുന്നത്. പെനോറിന്റെ ദേഹം മുഴുവൻ ചൊറിയാൻ തുടങ്ങുകയാണ്. പിന്നീട് അത് വേദനയായിട്ട് മാറുകയാണ്. അവളിപ്പോ ഉറക്കനെ നിലവിളിച്ചു. വേദന കൊണ്ട് സ്വന്തം ശരീരം തന്നെ അവൾ മാന്തി പൊളിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ആരും അവളെ രക്ഷപ്പെടുത്താനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നില്ല. ഇതേ നേരം തന്നെ ലാലുവിന്റെ അച്ഛനെ കാണിക്കുകയാണ്. ലാലുവിന്റെ എല്ലാ വസ്തുക്കളും പരിശോധിക്കുന്നതിന്റെ ഇടയിൽ പെനോർ വരച്ചു കൊടുത്ത ആ ഒരു ചിത്രവും ലാലുവിന്റെ അച്ഛൻ കാണുന്നുണ്ട് കേട്ടോ. കുറച്ചു നേരം ഇരുന്ന് ആലോചിച്ചപ്പോൾ അലക്സിന് തോന്നുകയാണ്, തന്റെ മകളുടെ മരണവും അതുപോലെ തന്നെ ഈ ഒരു ടാറ്റുവും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവുമോ? അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എന്നത്തെയും പോലെ തന്നെ നമ്മുടെ പെനോർ സ്കൂളിലേക്ക് പോവാണ്. എന്നാൽ ഇന്ന് ആ ഒരു സ്ട്രീറ്റിലൂടെ അവൾ നടക്കുമ്പോൾ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും അവളെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. സ്കൂളിലേക്ക് പോയപ്പോൾ അവിടുത്തെ പിള്ളേരും അവളെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. മാത്രമല്ല അവരുടെ മാഷ് ഹരിദാസ് ഉണ്ടല്ലോ, അയാൾ വരെ ആകെ അമ്പരം അവളെ നോക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം? ഇന്നലെ വരെ കണ്ടാൽ ഒരു പിച്ചക്കാരിയെ പോലെ തോന്നുന്ന, അത്ര ഒരു എന്താ പറയാ, കണ്ടാൽ ഒരു ഗ്ലാമർ ഒന്നും ഇല്ലാത്തൊരു പെൺകുട്ടിയായിരുന്നു പെനോർ. എന്നാൽ ഇന്ന് അവളൊന്ന് നോക്കിയേ, അവൾ ആകെ അടിമുടി മാറിയിട്ടുണ്ട്. അവളുടെ
അവളുടെ ആ ഒരു പഴയ തൊലിയെല്ലാം പറഞ്ഞു പോയതുപോലെ ഇപ്പൊ അവളോട് നേരിട്ട് കണ്ട് സംസാരിക്കാനായിട്ട് മറ്റേ ആ ഒരു ടോണി ഉണ്ടല്ലോ, അതായത് നമ്മുടെ പെണ്ണോറിന് ഇഷ്ടമുള്ള ആ ഒരു പയ്യൻ അവൻ വരികയാണ്. എന്നിട്ട് ടോണി പറയാണ്, നീ ആകെ മാറിപ്പോയല്ലോ, ഞാൻ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണോന്ന് ചോദിക്കുകയാണ്. ചുമ്മാ ഒന്ന് വളക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ആ സമയത്ത് പെണ്ണോറ് പറയാണ്, എനിക്കൊരു ഉപകാരം ചെയ്യോ, ഇന്ന് രാത്രി എന്റെ കൂടെ ഒരു സ്ഥലത്തേക്ക് വരിക ചോദിക്കുകയാണ്. എവിടേക്കാന്ന് ചോദിക്കുമ്പോൾ അത് ആ ഒരു പഴയ അമ്പലം ഉണ്ടല്ലോ അങ്ങോട്ടേക്കാണ്. ഞാൻ വരാന്ന് ടോണി പറയാണ്. അങ്ങനെ രാത്രി ടോണിയും പെണ്ണോറും കൂടെ നേരെ ഒരു തോണി എടുത്ത് നേരെ ആ ഒരു അമ്പലത്തിന്റെ അടുത്തേക്ക് പോവാണ്. എന്നാൽ ഇവിടെ ഇപ്പൊ പൂജയോ കാര്യങ്ങളോ പ്രാർത്ഥനയോ ഒന്നുമില്ല. കുറെ നാൾ മുന്നേ കുറെ സന്യാസിമാർ ഉപയോഗിച്ചിരുന്നു, എന്നാൽ ഇതിപ്പോ ഉപേക്ഷിക്കപ്പെട്ട രീതിയിലാണ്. എന്തായാലും അവിടെ വന്ന് നോക്കിയ സമയത്ത് പെണ്ണോർ സ്വപ്നത്തിൽ കണ്ടതുപോലെയുള്ള ആ ഒരു ശില്പം അവൾ അവിടെ കാണുന്നുണ്ട്. അതുപോലെ അതിന്റെ ആ ഒരു നെഞ്ചത്തായിട്ട് ആ ഒരു ടാറ്റു ഉണ്ട്. ഇത് കണ്ട് അവളാകെ അമ്പരന്ന് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു കൂട്ടം ആൾക്കാർ വരികയാണ്. മറ്റാരുമല്ല, ടാനിയും അവളുടെ കൂട്ടുകാരും ഉണ്ട്. ഈ സമയത്ത് ടോണി ഒരു മറ്റേടത്തെ ചിരിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഇവരുടെ പ്ലാൻ ആയിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോണി നമ്മുടെ പെണ്ണോറിനെ കണ്ട് സംസാരിക്കാൻ പോയപ്പോൾ ടാനിയൊക്കെ അത് ഒട്ടും ഇഷ്ടമായില്ല. അപ്പൊ അവള് ചോദിക്കുകയാണ്, നിനക്കെന്താ അവളോട് പ്രണയമാണോ? അപ്പൊ ടോണി പറഞ്ഞു, പ്രണയമൊന്നുമില്ല, ചുമ്മാ സംസാരിക്കാൻ പോയതാ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്യണം, അവൾ എവിടെയെങ്കിലും രാത്രി നിനക്ക് എത്തിക്കാൻ പറ്റുമോ? അപ്പൊ ടോണി പറയാണ്, അതിന് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഇന്ന് രാത്രി ആ അമ്പലത്തിലേക്ക് വരാൻ അവള് തന്നെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ നിങ്ങൾ അവിടെ കാത്തു നിന്നാ മതി എന്ന് പറയാണ്. അപ്പൊ ഇത് അവരുടെ ഒരു പ്ലാൻ ആയിരുന്നു. അങ്ങനെ ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന ടാനി പറയാണ്, നിനക്ക് എന്റെ ചെറുക്കനെ തന്നെ വേണമല്ലേ? അങ്ങനെ അവിടെ വെച്ച് അവളെ അടിക്കുകയാണ് ഇവര്. മാത്രമല്ല ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആൺപിള്ളേരെ കൊണ്ട് അവളെ റേപ്പ് ചെയ്യാൻ കൂടെ നോക്കുകയാണ്. അലറി വിളിച്ച് പെനോർ കരഞ്ഞെങ്കിലും അവളെ രക്ഷപ്പെടുത്താനായിട്ട് ആരും അങ്ങോട്ടേക്ക് വന്നില്ല. ആ അവസാന സമയത്ത് ആ ചെറുക്കന്റെ മുഖത്തേക്ക് ഇട്ട് ഒരേറ്റ ചവിട്ട് കൊടുക്കുകയാണ്. നോക്കുമ്പോൾ നമ്മുടെ സൂര്യ തന്നെ. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടാനിയും ടോണിയും കൂടെ സംസാരിക്കുന്ന കാര്യം അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ സൂര്യ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കറക്റ്റ് ടൈമിന് അവനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയതും ഇപ്പൊ നമ്മുടെ പെനോറിനെ രക്ഷപ്പെടുത്താൻ പറ്റിയതും. എല്ലാത്തിനും കണക്കിന് കൊടുക്കുകയാണ് അവന്. മാത്രമല്ല അവളെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഈ നേരത്ത് അവള് വല്ലാണ്ട് ഭയന്നിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ സൂര്യ പറയാണ്, പെനോറെ നിന്നെ ഇപ്പൊ രക്ഷപ്പെടുത്തിയത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല കേട്ടോ, പാവല്ലേന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. പിന്നീട് വീട്ടിലെത്തിയ സമയത്ത് പെനോർ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ്. അതായത് ലാലു അവളോട് പറഞ്ഞൊരു കാര്യം, നീ ഇങ്ങനെ പേടിത്തൊണ്ടത്തിയായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, എല്ലാവരും നിന്റെ മേലേക്ക് കയറി വരുള്ളൂ, നീ തിരിച്ച് പ്രതികരിക്കണം എന്ന് പറയണം. പ്രതികരിക്കാം എന്ന് തന്നെ ഇപ്പൊ പെനോർ പ്ലാൻ ചെയ്യാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരു കത്രി എടുത്ത് പോയിട്ട് ഈ ടോണി ഉണ്ടല്ലോ അവന്റെ കൈക്കിട്ട് ഒരു കുത്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടാനിയ അവളോട് ഭയങ്കര ദേഷ്യമാണ് പെനോറിനിപ്പോ. പയ്യന്മാരെ കൊണ്ട് അവളെ റേപ്പ് ചെയ്യിപ്പിക്കാൻ നോക്കിയതല്ലേ, അതുകൊണ്ട് തന്നെ ഒരു കത്രിക കയ്യിലുണ്ടായിരുന്നല്ലോ, അത് വെച്ച് അവളുടെ മുഖത്ത് വരയ്ക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ആരും ഇനി പഴയതുപോലെ പെനോറിന്റെ തലയിലോട്ട് കയറാമില്ല. ഇതെല്ലാം കഴിഞ്ഞ് ക്ലാസ്സും കഴിഞ്ഞ് പെനോർ നേരെ പോകുന്നത് അവൾക്ക് ആ ഒരു പേരിട്ട സന്യാസി ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ അടുത്തേക്കാണ്. ഒരു തളികയിൽ കുറച്ച് വെള്ളവുമായിട്ട് അദ്ദേഹത്തിന്റെ കാലിന്റെ അടിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സന്യാസിയോട് പറയാണ്, ചിലപ്പോൾ ഇത്തവണ നിങ്ങൾക്ക് കുറച്ചുകൂടെ വേദന വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോൾ ഈ സന്യാസിയുടെ നഖം ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽ നിന്നും കട്ടിയുള്ള ഒരു കറുത്ത നൂല് അങ്ങനെ പുറത്തേക്ക് വരികയാണ്. സന്യാസിക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു വെള്ളത്തിൽ നമ്മുടെ പെണോറ് കൈയിട്ട് വെക്കുകയാണ്. ഇതേ നേരം തന്നെ ആ ഒരു കറുത്ത സാധനം അവളുടെ ഉള്ളിലേക്ക് അങ്ങനെ കയറി വരുന്നുണ്ട്. അവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്ന നമ്മുടെ സൂര്യ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവനാകെ ഞെട്ടിപ്പോയി. ആരാണ് ഈ പെറോനെന്ന് അവനിങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഇതേ നേരത്ത് തന്നെ ആ മാർക്കറ്റിൽ ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരു ട്രാൻസ്ജെൻഡർ ഉണ്ടായിരുന്നല്ലോ, കൽപ്പന, അവരുടെ അടുത്തേക്ക് നമ്മുടെ ടാനിയും അവരുടെ കൂട്ടുകാരും കൂടെ വന്നിട്ടുണ്ട്. എന്തിനാണെന്നല്ലേ, കൂടോത്രം ചെയ്യാൻ. ആർക്കെതിരെ? നമ്മുടെ പെണോറിനെതിരെയായിട്ട്. അതുപോലെ ഇപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അന്ന് ആ ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ടോണിയുടെ കൂട്ടുകാരി ലീനയുടെ ദേഹത്ത് എട്ടുകാലി വന്നതുപോലെ അവൾക്ക് തോന്നിയില്ലേ? ശരിക്കും അവൾക്കെതിരെ ആ ഒരു കൂടോത്രം വെച്ചത് തന്നെ ഈ ടാനിയാണ്. ടോണിയോട് അധികമായിട്ട് ലീന അടുപ്പം കാണിക്കുന്നതുകൊണ്ട് അവൾക്കിട്ടൊരു പനി ടാനിയെ കൊടുത്തതാണ്. ആ കൂടോത്രം ചെയ്യാനായിട്ട് അവളെ ഹെൽപ്പ് ചെയ്തത് ഈ സ്ത്രീയാണ്, ഈ കൽപ്പന. ഇപ്പൊ അതുപോലെ തന്നെ ഒരു കൂടോത്രം നമ്മുടെ പെണോറിനെതിരെ ചെയ്യാണ്. ഒരു പാവയുടെ നെറ്റിയിൽ ഒരു ആണി അടിച്ചുകൊണ്ട് ചില മന്ത്രങ്ങൾ ചൊല്ലുകയാണ്. ഇതേ നേരം തന്നെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന പെണോറിനെ മറ്റെവിടെയും ഉണ്ടായിരുന്ന ഒരു മരപ്പാവ വന്നിട്ട് ആക്രമിക്കാൻ നോക്കുകയാണ്. അവൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവളെ കൊണ്ട് പറ്റിയില്ല. ഒരു കത്തിയെടുത്ത് അവളുടെ കഴുത്ത് അത് 2 കഷ്ണമാക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഈ പാവയുടെ തല ആരോ ഒരാൾ അടിച്ച് പൊളിക്കുന്നുണ്ട്. ആ ആള് നമ്മുടെ പെണോറിനെ രക്ഷപ്പെടുത്തുകയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ ആ ഒരു ഫോട്ടോഗ്രാഫർ ചേട്ടൻ ഉണ്ടല്ലോ, ബാബു ചേട്ടൻ, അയാളായിരുന്നു. പക്ഷെ ആ ഒരു പാവയെ തല്ലി പൊളിച്ചെങ്കിലും അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു മാന്ത്രിക ശക്തി ഉണ്ടല്ലോ അതിപ്പോ പെണോറിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. എന്നാൽ അത് അവളുടെ ഉള്ളിൽ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബാബു ചേട്ടൻ ഉണ്ടല്ലോ അവളുടെ വയറ്റിൽ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ശക്തി ഉള്ളിൽ എത്തുന്നില്ല, അത് പുറത്തേക്ക് തന്നെ തെറിച്ചു പോവാണ്. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ പെണോറിനെതിരെ കൂടോത്രം ചെയ്ത കൽപ്പന ഉണ്ടല്ലോ അവളിലേക്ക് തന്നെ ആ ഒരു കൂടോത്രത്തിന്റെ ശക്തി തിരിച്ചടിക്കുകയാണ്. അതുകൊണ്ട് സംഭവിച്ച കാര്യം എന്താ വെച്ചാൽ വേദന കൊണ്ട് കൽപ്പന കിടന്ന് പെടയാണ്. മാത്രമല്ല അവളുടെ നെഞ്ച് അത് പൊളന്നിട്ട് വാരിയിൽ പുറത്തേക്ക് വന്നിട്ട് ഒരേറ്റ പൊട്ടലാണ്. സ്പോട്ടിൽ കൽപ്പന മരിച്ചുപോയി. ഇത് കണ്ട് പേടിച്ച് വിറച്ച് ടാനിയ അവളുടെ കൂട്ടുകാർ അവിടെ നോടി രക്ഷപ്പെടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ പെണോറിനെ അവളുടെ വീട്ടിലേക്ക് ബാബുചേട്ടൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അവിടെ എത്തിയ സമയത്ത് ഇയാളുടെ സ്വഭാവം മാറുകയാണ്. പെണോറിന്റെ അമ്മ അതായത് കമലയെ പുറത്തേക്ക് വിളിക്കുകയാണ്. കമല ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. പിന്നീട് വടിവെച്ച് അടിക്കാനും തുടങ്ങുന്നുണ്ട്. ഒരു ചെറിയ ജോലി നിന്നെ ഏൽപ്പിച്ചാൽ ആ ജോലി നിനക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇത് പറഞ്ഞ് വീണ്ടും വീണ്ടും അടിക്കുകയാണ്. ഇതുകൊണ്ട് സഹിക്കാൻ പറ്റാതെ പെണോർ ഓടി വന്നിട്ട് പറയാണ്, ബാബുചേട്ടൻ നിങ്ങൾ എന്ത് ഈ ചെയ്യുന്നത്? എന്റെ അമ്മയെ തൊട്ടു പോകരുതെന്ന് പറയണം. അപ്പൊ ഈ ബാബുചേട്ടൻ പറയാണ്, നിന്റെ അമ്മയോ? ആര് പറഞ്ഞു നിന്റെ അമ്മയാന്ന്? എടി ഈ കമല നിന്നെ പ്രസവിച്ചത് തന്നെ
തന്നെ ഞങ്ങൾ കാശ് കൊടുത്തിട്ടാണ്. ആ പ്രസവിക്കുന്നത് വരെ മാത്രമേ ഉള്ളൂ നീയും അവളും തമ്മിലുള്ള ബന്ധം. ബാക്കിയുള്ള കാശ് എന്ന് പറഞ്ഞിട്ട് കമലയ്ക്ക് വീണ്ടും കുറച്ച് കാശ് കൊടുക്കുകയാണ്. ഇനി നീ ഈ നാട്ടിനെ പോയിക്കോണം, ഇനി പെണോറിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, എന്റെ കൂടെ അവളെ നിർത്തിക്കോളാം എന്ന് പറയാണ്. ഇത് കണ്ട സമയത്ത് പെണോറിനൊന്നും മനസ്സിലാവുന്നില്ല, ഇത് എന്തൊക്കെ ഇവിടെ നടക്കുന്നത്. ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന അമ്മ അവളെ എന്തോ ഒരു കാശിന് വേണ്ടി എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പ്രസവിച്ച് ഇട്ടുകൊടുത്തതാന്ന് പറയുന്നത്. പിന്നീട് ഭയന്നു പോയ കമല വീടിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഇതേ നേരം പെണോറിനെ വലിച്ചെടുത്തുകൊണ്ട് ബാബുച്ചേട്ടൻ പോവാൻ നിൽക്കുമ്പോൾ ഇയാളുടെ പിന്നാലെ വന്ന കമല ഒരു കത്തിയെടുത്ത് ഇയാളെ ഒറ്റ കുത്തു കൊടുക്കുകയാണ്. ഇയാൾ നിലത്ത് വീണുപോയി. കമല വേഗം തന്നെ പെണോറിനെ കയ്യിൽ പിടിച്ച് മോളെ വേഗം ബാന്ന് പറഞ്ഞിട്ട് ഒരു തോണി എടുത്ത് അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. എന്നാൽ ഇതേ നേരം തന്നെ ഈ ബാബുച്ചേട്ടൻ കയ്യിലുണ്ടായിരുന്ന ഒരു മാലയെടുത്ത് ചില മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് ഈ പുഴയുടെ മുകളിലൂടെ ഒരുപാടധികം വവ്വാലുകൾ പാറി വരുന്നുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട്. എന്നിട്ട് ഇവറ്റകളെല്ലാം കൂടെ ആ തോണിയെ വട്ടം ചുറ്റി പറന്ന് ഇവരെ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. ഇവരെന്ന് പറഞ്ഞാൽ നമ്മുടെ പെണോറിനെ ഒന്ന് തൊടുക പോലും ചെയ്യുന്നില്ല. എന്നാൽ കമലയെ വളരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയാണ്. ദേഹത്ത് ഒരുപാട് മുറിവായി, ഒരുപാട് രക്തം പോവാണ്. ഇതേ നേരം തന്നെ കമല പോകുന്നത് അവളുടെ ഒരു സുഹൃത്തായിട്ടുള്ള മായയുടെ അടുത്തേക്കാണ്. ഇവർ ഈ വരുന്ന കാര്യം മായ കാണുന്നുണ്ട്. കയ്യിലുണ്ടായിരുന്ന എന്തോ ഒരു ചെറിയ മാന്ത്രിക വസ്തു അത് ഉപയോഗിച്ചുകൊണ്ട് ഈ വവ്വാലുകളെ മുഴുവൻ അവിടുന്ന് തുരത്തുകയാണ്. എന്നാൽ കരയിലേക്ക് എത്തിയ സമയത്ത് നമ്മുടെ കമല ഏകദേശം മരിക്കാനായിട്ടുണ്ടായിരുന്നു. ആ നേരത്ത് മായയുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ കരഞ്ഞുകൊണ്ട് കമല പറയുന്നുണ്ട്, എന്റെ മോളെ, അവളെ ഇനി മുതൽ നീ നോക്കിക്കോണേ, അവൾക്ക് ആരുമില്ല എന്ന് പറയാണ്. മാത്രല്ല തന്റെ മോളോട് അവസാനമായി യാത്ര പറഞ്ഞ് അവിടെ വെച്ച് തന്നെ കമല മരണപ്പെടുകയാണ് കേട്ടോ. ഇത്രയും കാലം പെണോറിന്റെ അവളുടെ അമ്മ സ്നേഹിച്ചില്ലെങ്കിലും എന്തോ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് ആ ഒരു വിഷമം താങ്ങാൻ പറ്റുന്നില്ല. ഇപ്പൊ മറ്റൊരു ഭാഗത്ത്, അതായത് പെണോറിന്റെ വീട്ടിലേക്ക് അവളെ തേടിക്കൊണ്ട് സൂര്യ വന്നിട്ടുണ്ട്. അതായത് അവളോട് ഇതെന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്, നീ ആരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാനായിട്ട്. എന്നാൽ അവിടെ വന്ന സമയത്ത് അവിടെ പെണോറും ഇല്ല, അവളുടെ അമ്മയായിട്ടുള്ള കമലയില്ല. പകരം നിലത്ത് വീണെടുക്കുന്ന കുറച്ച് രക്തം കാണുകയാണ്. ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ ലാലുവിന്റെ അച്ഛനുണ്ടല്ലോ അലക്സും അയാളുടെ അസിസ്റ്റന്റും കൂടെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇവര് വന്ന് നോക്കുമ്പോൾ അവിടെ നമ്മുടെ സൂര്യയെ കാണുന്നുണ്ട്. അപ്പൊ സൂര്യയോട് പെണോർ എവിടെയെന്ന് അവർ ചോദിക്കുന്നുണ്ട്. സൂര്യ പറയാണ്, എനിക്കറിയില്ല സാറേ, എന്താ പ്രശ്നം. ആ സമയത്ത് അലക്സ് പറയാണ്, നമ്മുടെ ആ ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന കൽപ്പനയുണ്ടല്ലോ, വളരെ ബ്രൂട്ടലായ രീതിയിൽ നെഞ്ചു പൊട്ടി അവർ മരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന്റെ പിന്നിൽ ഇവളാണോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറയാണ്. പിന്നീട് ആ ഒരു വീട് മുഴുവനായിട്ടും ഇവർ പരിശോധിച്ച് നോക്കുന്നുണ്ട്. ആ സമയത്ത് പെണോറിന്റെ അമ്മ കമല നടത്തിയ ദുർമന്ത്രവാദത്തിന്റെ സാധനങ്ങളെല്ലാം അവിടെ വെച്ച് ഇവർക്ക് കിട്ടുന്നുണ്ട്. കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടെ കണ്ട് ഇവരാകെ ഞെട്ടിപ്പോവാണ്. എന്താ കണ്ടത്, അതായത് ഒരു ചാപിള്ള ജനിച്ചപാട് മരിച്ചുപോയ ഒരു കുട്ടിയുടെ ബോഡി. എന്നാൽ ഏതാണ് ആ ഒരു കുട്ടിയെന്നൊന്നും പോലീസുകാർക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പെണോറിന്റെയും അവളുടെ അമ്മയുടെ കൂട്ടുകാരിയായിട്ടുള്ള മായയും കാണിക്കുകയാണ്. രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ കമലയുടെ ആ ഒരു മൃതദേഹം അടക്കം ചെയ്യുന്നുണ്ട്. പിന്നീട് മായ തന്നെ പെണോറിനോട് കാര്യങ്ങൾ പറയാണ്. ആരായിരുന്നു അവളുടെ അമ്മ, അവളുടെ അമ്മ എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. നിന്റെ അമ്മ കമല അവള് ചെറുപ്പത്തിൽ നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു, ഡാൻസ് കളിക്കുകയായിരുന്നു, അവൾക്ക് അതൊക്കെയായിരുന്നു ഇഷ്ടം. എന്നാൽ അവളുടെ വീട്ടുകാർക്ക് അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് അവൾ അവളുടെ വീട് വിട്ടിറങ്ങി. എന്നാൽ അവൾക്ക് ഒരു സ്ഥലത്തും വിജയിക്കാൻ കഴിഞ്ഞില്ല. ആകെ കഷ്ടപ്പാടും ദാരിദ്ര്യമായിരുന്നു. ആ നേരത്ത് അവളുടെ അടുത്തേക്ക് ഒരു കൂട്ടം ആൾക്കാർ ചെന്നു. എന്തോ ദുർമന്ത്രവാദവും കൂടോത്രൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അവർ കുറെ കാശ് കമലയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞു. അതിന് പകരമായിട്ട് ആ കൂട്ടത്തിലെ ഒരാൾ അവളെ ഗർഭിണിയാക്കും, ആ ഗർഭം അവൾ ചുമക്കണം എന്ന് പറഞ്ഞു. പിന്നീട് ജനിക്കുന്ന കുഞ്ഞിന് ഒരു നിശ്ചിത പ്രായമാകുന്ന സമയത്ത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അന്നത്തെ കഷ്ടപ്പാട് കാരണം കമല അന്ന് ആ ഒരു കാശ് മേടിക്കുകയും അവർ പറഞ്ഞതുപോലെ അവരുടെ കൂടെ നിന്ന് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് പെണോർ നീ ഉണ്ടായത്. അതുപോലെ തന്നെ പെണോറെ, പല തവണയായിട്ട് നിന്റെ അമ്മ എനിക്ക് കത്തയച്ചിട്ടുണ്ട്, ആ കത്തുകളൊക്കെ നീ ഒന്ന് വായിച്ചു നോക്കുന്നു പറയാണ്. അങ്ങനെ ഓരോ കത്തുകളും വായിക്കാൻ തുടങ്ങുകയാണ്. വായിക്കുന്നതിനനുസരിച്ച് പെണോറിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. കാരണം അവൾക്ക് കമലയ്ക്ക് ഒരുപാട് സ്നേഹമായിരുന്നു തന്റെ കുഞ്ഞിനോട്. അത് ആ ഒരു കത്തിൽ പറയുന്നുണ്ട്, മായ, എനിക്ക് എന്റെ മോളോട് അത്ര ഇഷ്ടമാണ്, പക്ഷെ ആ ഒരു സ്നേഹം എനിക്ക് കാണിക്കാൻ കഴിയുന്നില്ല. ഞാൻ അവളെ എപ്പോഴും ഉപദ്രവിക്കും, ചീത്ത പറയും, സ്നേഹം കാണിക്കില്ല. എന്തിനാണെന്നറിയോ, ഒരു നാൾ എന്റെ മകൾ എന്നെ വിട്ടു പോകുമല്ലോ, അവൾ എനിക്ക് കൊടുക്കണമല്ലോ. ആ സമയത്ത് അവൾക്ക് അതൊരു വിഷമാകരുത്. എന്നെ വിട്ടു പോകുമ്പോൾ അവൾക്ക് സന്തോഷം ഉണ്ടാകാൻ പാടുള്ളൂ. അതിനു വേണ്ടിയാണ് നെഞ്ചു പൊട്ടിക്കൊണ്ട് ഞാൻ എന്റെ മോളെ ചീത്ത പറയുന്നതും ഉപദ്രവിക്കുന്നതും അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. അതൊക്കെ ചെയ്യുമ്പോഴും കരഞ്ഞുകൊണ്ടാണ് കമല ആ കാര്യങ്ങളൊക്കെ ചെയ്തത്. മകൾ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എന്തായാലും ഇത് മുഴുവനായിട്ടും വായിച്ചു കഴിഞ്ഞപ്പോൾ പെണോർ ഒരുപാട് കരയാണ്. ഇവിടെ സീൻ കട്ട ഈ അടുത്ത സീനിൽ നമ്മുടെ അലക്സ് ഉണ്ടല്ലോ, പോലീസ് ഇൻസ്പെക്ടർ ലാലുവിന്റെ അച്ഛൻ. ഈ ലാലുവിന്റെ അച്ഛനും അതുപോലെ തന്നെ നമ്മുടെ സൂര്യയും കൂടെ പെണോറിന്റെ വീട്ടിൽ നിന്നും കിട്ടിയ ആ ഒരു കുഞ്ഞിന്റെ ഡെഡ് ബോഡിയുമായിട്ട് ആ സന്യാസിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. കാരണം നമ്മുടെ പെണോറിന്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഈ സന്യാസിക്ക് അറിയാം. അപ്പൊ സന്യാസി പറയാണ്, നിങ്ങൾക്കുള്ള ഉത്തരം ഞാൻ തരാം, പക്ഷെ അതിനു മുന്നേ നിങ്ങളൊരു കാര്യം അറിയണം. ഈ പെണോറിന്റെ അമ്മയുണ്ടല്ലോ കമല നിങ്ങൾ കണ്ടിട്ടില്ലേ? കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ അവളെ കണ്ടിട്ടുണ്ട്. ഒരു പാവം പിടിച്ച പെണ്ണായിരുന്നു, ജീവിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ആ നേരത്ത് കുറച്ച് ആളുകൾ, ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഈ ചെകുത്താൻ സേവകര് എന്നൊക്കെ പറയില്ലേ, സാത്താൻ സേവകര്, അങ്ങനെയുള്ള ആൾക്കാരാണ്. അവര് കമലയുടെ അടുത്തേക്ക് വന്നിട്ട് അവൾക്കൊരു ഓഫർ കൊടുത്തു, കുറച്ച് കാശ് കിട്ടും. അങ്ങനെ അവൾ ആ ഒരു കാശ് സ്വീകരിച്ച് അവർ പറയുന്നത് പോലെ നിന്ന് കൊടുത്തു. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സാത്താൻ സേവകരായിട്ടുള്ള ചെകുത്താനെ ആരാധിക്കുന്ന ഈ കൂട്ടം ആൾക്കാർക്ക് ഈ ഡെവിൾ ഗ്യാങ്ങിന് ഒരു ലീഡർ ഉണ്ട്. അയാൾക്ക് ഒരുപാട് പൈശാചികമായ ശക്തിയുണ്ട്. കുറെ കാലം കഴിഞ്ഞ് അയാൾ മരിക്കുമ്പോൾ ആ ഒരു ശക്തിയെല്ലാം വേസ്റ്റ് ആവുമല്ലോ. അപ്പൊ ആ ഒരു ശക്തിയെല്ലാം നിലനിർത്താൻ ആവശ്യമായ ഒരു അനന്തരാവകാശിയെ ആ ഒരു ഡെവിൾ ഗ്യാങ്ങിന്റെ ലീഡറിന് ആവശ്യമായിരുന്നു. അപ്പൊ ആ ഡെവിൾ ഗ്യാങ്ങിന്റെ ലീഡർ കന്യകയായ കമലെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി അവളുമായി ശാരീരിക
ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ അവള് ഗർഭിണിയായി. പിന്നീട് ഉണ്ടാവുന്ന കുട്ടിക്ക് ഇവരുടെ അതേ പൈശാചിക ശക്തി ഉണ്ടാവും. അവര് കണക്ക് കൂട്ടിയത് ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നായിരുന്നു. എന്നാൽ അവരുടെ കണക്ക് കൂട്ടൽ തെറ്റിച്ചുകൊണ്ട് അന്ന് കമല 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു, ഒരു ആൺകുഞ്ഞും ഒരു പെൺകുഞ്ഞും. ആ ആൺകുഞ്ഞ് ജന്മത്തിലേ മരിച്ചുപോയി. ആ കുഞ്ഞിന്റെ ബോഡിയാണ് ഇപ്പൊ നിങ്ങളുടെ അരികിലിരിക്കുന്നത്. മാത്രല്ല അന്ന് രക്ഷപ്പെട്ട ആ ഒരു പെൺകുട്ടി അത് നമ്മുടെ പെണോറാണ്. ആ ഒരു ഡെവിൾ ഗ്യാങ്ങിന്റെ ലീഡറുടെ ആ ഒരു പൈശാചിക ശക്തി കിട്ടിയതും അവൾക്കാണ്. ഇത് എപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ന് വെച്ചാൽ ചെറിയ പ്രായത്തിൽ ആ മാർക്കറ്റിൽ വെച്ച് ഞാൻ അവളെ കണ്ടുമുട്ടി. അന്ന് അവൾക്കൊരു പേര് വരെ ഇല്ലായിരുന്നു. അവളെ പെണോർ എന്ന് വിളിച്ചത് ഞാൻ തന്നെയാണ്. പെട്ടെന്നാണ് ഞാൻ അവിടെ മയങ്ങി വീണത്. ചോര വരെ ഛർദ്ദിച്ചായിരുന്നു. പിന്നീട് എന്നെ കാണാനായിട്ട് പെണോറ് വന്നു. അവൾ എന്നോട് പറഞ്ഞു എനിക്കെതിരെ ആരോ ഒരു കൂടോത്രം ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ ഉള്ളിൽ ആ ഒരു പൈശാചിക ശക്തി അവൾ പുറത്തേക്ക് എടുക്കാന്ന് പറഞ്ഞു. ഇത്രയും കാലം എന്നെ അവള് ഹെൽപ്പ് ചെയ്യായിരുന്നു. അതായത് അവളുടെ ഉള്ളിൽ ശക്തിയുണ്ട്. അത് പൈശാചികമാണോ ദൈവികമാണോ എന്നൊന്നും പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല. ആ ശക്തി വെച്ച് അവൾ എന്നെ ഹെൽപ്പ് ചെയ്യായിരുന്നു. സോ ഇതെല്ലാം കേട്ട സമയത്ത് പോലീസുകാരനും അതുപോലെ തന്നെ നമ്മുടെ സൂര്യൻ ഞെട്ടിപ്പോവാണ്. സൂര്യയുടെ അമ്മ എന്തായാലും പെണോറല്ല കൊന്നത്. സൂര്യയുടെ അമ്മയുടെ ഉള്ളിലുണ്ടായിരുന്ന പൈശാചിക ശക്തി അവൾ വലിച്ചെടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ ലാലുവിനെയും നമ്മുടെ പെണോറല്ല കൊന്നത്. അവളുടെ ഉള്ളിലെ പൈശാചിക ശക്തിയെ പെണോർ വലിച്ചെടുക്കുകയായിരുന്നു. എന്തായാലും ഇവിടെ സീൻ കെട്ട ഈ അടുത്ത സീനിൽ നമ്മുടെ ബാബുച്ചേട്ടനെ കാണിക്കുകയാണ്. അതായത് നമ്മൾ പാവമാണെന്ന് കരുതിയ ആ ഒരു ഫോട്ടോഗ്രാഫർ ബാബുച്ചേട്ടൻ തന്നെ. ഇയാൾ ശരിക്കും ആ ഒരു ഡെവിൾ ഗ്യാങ്ങിൽപ്പെട്ട ആള് തന്നെയാണ്. ഇയാൾ ഇപ്പൊ അയാളുടെ ആ ഒരു റൂമിൽ വെച്ച് ചില മന്ത്രവാദങ്ങൾ നടത്തുന്നുണ്ട്. ആ നേരത്ത് നമ്മുടെ പെണോർ ഇപ്പൊ എവിടെയുള്ളത്? മായയുടെ വീട്ടിലല്ലേ? മായയുടെ വീട്ടിലേക്ക് ഒരുപാടധികം കാക്കകൾ പാറി വരികയാണ്. അതിന്റെ ലക്ഷ്യം ഇത്തവണ നമ്മുടെ പെണോറാണ്. അവളുടെ ഉള്ളിൽ ആ ഒരു പൈശാചിക ശക്തിയെ തിരിച്ചെടുക്കലാണ്. ഇത് മനസ്സിലാക്കിയ മായ ഇപ്പോ പെണോറിനെ രക്ഷപ്പെടുത്താനായിട്ട് അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ആ ഒരു ബാബുച്ചേട്ടന്റെ മന്ത്രത്താൽ നമ്മുടെ പെണോർ താഴേക്ക് വീഴുന്നുണ്ട്. അവളുടെ ഉള്ളിൽ ആ ഒരു പൈശാചിക ശക്തിയെല്ലാം പുറത്തേക്ക് അങ്ങനെ പോവുകയാണ്. ആ സമയത്ത് അത് പിടിച്ചു വെക്കുമ്പോൾ പെണോറിനോട് മായ പറയാണ് നീ വിട്ട് കളഞ്ഞേക്ക്, നമുക്ക് ഇങ്ങനെ ഒരു പൈശാചിക ശക്തി വേണ്ട. എന്നാൽ പെണോർ പറയാണ് ഇങ്ങനെ ഒരു പൈശാചിക ശക്തി ഉണ്ടായിട്ടും ഇത്രയും കാലം എന്റെ ചുറ്റുമുള്ളവരെ സഹായിക്കാൻ മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. മനസ്സുകൊണ്ട് പോലും ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. പക്ഷേ എന്നെ ചുറ്റുമുള്ളവര് ഇത്രയും കാലം ഉപദ്രവിച്ചിട്ട് മാത്രമേ ഉള്ളൂ. എനിക്ക് വേണ്ടി നല്ലൊരു വാക്ക് പോലും ആരും സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ പൈശാചിക ശക്തി എനിക്ക് വിട്ട് കളയാൻ കഴിയില്ല. അവൾ അവളുടെ സകല ശക്തി എടുക്കുകയാണ്. പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ശക്തിയെ അവൾ തിരിച്ച് അവളുടെ ഉള്ളിലേക്ക് തന്നെ ആവാഹിക്കുകയാണ്. അതായത് ബാബു ചേട്ടൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന മന്ത്രമൊന്നും ഇപ്പൊ ഏൽക്കുന്നില്ല. ഇപ്പൊ അയാൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ആഹാ നീ അത്രക്കും ധൈര്യശാലിയായോ, ഞാൻ അവിടെ വന്ന് ഞാൻ നിന്നെ തീർത്തോളം എന്ന് പറഞ്ഞിട്ട് ഒരു കത്തി എടുത്ത് ഈ ബാബു ചേട്ടൻ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഇയാളുടെ അരികിലേക്ക് ആരാണെന്ന് അറിയില്ല ഒരാൾ വരുന്നുണ്ട്. ആ ആള് പറയാണ് ബാബു നിൽക്ക അവിടെ, ഇപ്പൊ നീ അങ്ങോട്ടേക്ക് പോയിട്ട് അബദ്ധമൊന്നും കാണിക്കണ്ട. അവൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, അവൾ നമ്മളെ തേടി നമ്മളുടെ അരികിലേക്ക് തന്നെ വരും. ഈ ഡെവിൾ ഗ്യാങ്ങിന്റെ ലീഡറാണ് ആ ആള്. എന്നാൽ ആ ആള് ആരാണെന്ന് ഇപ്പൊ നമ്മളെ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ തന്റെ അമ്മയുടെ മരണത്തിന്റെ രഹസ്യം അതറിയാനായിട്ട് സൂര്യ ആ ഒരു സന്യാസിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ സന്യാസി പറയുന്നത് ശരിക്കും അന്ന് നിന്റെ അമ്മയെ രക്ഷിക്കാനാണ് പണോർ നോക്കിയത്. കുറച്ചേരും കൂടെ അവൾ അവിടെ നിൽക്കുകയാണെങ്കിൽ നിന്റെ അമ്മ രക്ഷപ്പെട്ടേനെ. പക്ഷേ നിങ്ങൾ തെറ്റിദ്ധരിച്ചു, അവളെ അവിടെ നിന്ന് ആട്ടി ഓടിച്ചു. അതുകൊണ്ടാണ് ശരിക്കും നിന്റെ അമ്മ മരിച്ചുപോയത്. നിന്റെ അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതാണ്, അദ്ദേഹത്തോട് തന്നെ പോയി ചോദിക്കുന്നത് പറയാണ്. സൂര്യ അച്ഛനോട് ചെന്ന് സംസാരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ പെണോറിനെ കാണിക്കുകയാണ്. ഇത്രയും നാൾ അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ പൈശാചിക ശക്തി അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് അവൾക്ക് അറിയില്ലായിരുന്നു, ഉപയോഗിക്കാൻ ആഗ്രഹമില്ലായിരുന്നു. എന്നാൽ ഇനി അങ്ങനെയല്ല, പ്രതികാരം വീട്ടണം. അതിനായിട്ട് അവൾ ചെറിയ ചെറിയ പാവകൾ ഉണ്ടാക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ മറ്റേ ഒരു ടോണി അതുപോലെ തന്നെ ടാനിയ രണ്ടുപേരെയും കാണിക്കുകയാണ്. രണ്ടുപേരും അവരുടെ റൂമിൽ കിടന്നുകൊണ്ട് കുറെ നേരം റൊമാൻസും കുത്തിമറിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ടോണി പോകാൻ നിൽക്കുകയാണ്. അപ്പൊ ടോണി ചോദിക്കുന്നുണ്ട് ടാനിയ നിനക്ക് അവള് പേടിയുണ്ടാവും, ആ ഒരു പെണോറിനെ കുറെ കൂടോത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നത്. ഇപ്പൊ ടാനിയ പറയാണ് ഒരു കാരണവശാലും എനിക്ക് അവളെ പേടിയില്ല. ദാ എന്റെ കയ്യിൽ കിടക്കുന്ന ഈ ഒരു ചോര കണ്ടോ, അവളെങ്ങാനും എന്റെ അരികിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ചോര എടുത്ത് ഞാൻ അവളുടെ ദേഹത്ത് ഒഴിക്കും. അപ്പൊ അവളുടെ മാന്ത്രിക ശക്തി ഒന്നും ഫലിക്കില്ല, നീ എന്തായാലും പൊയ്ക്കെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ടോണിയെ ടാനിയെ പറഞ്ഞയക്കാണ്. ഇതിനുശേഷം അവൾ റൂമിലേക്ക് വന്നപ്പോ ദാണ്ടെ അവിടെ ഇരിക്കുന്നു പെണോർ. വേഗം തന്നെ കട്ടിന്റെ അടിയിൽ ഒളിപ്പിച്ച വെച്ച ആ ഒരു മാന്ത്രിക രക്തം എടുക്കാൻ പോകുമ്പോഴേക്കും പെണോർ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പാവയുടെ കൈയും തലയും പിടിച്ച് തിരിക്കുകയാണ്. അതിന്റെ കൈയും തലയും പിടിച്ച് തിരിക്കുമ്പോൾ ഇവിടെ തിരിയുന്നത് ടാനിയുടെ കൈയും തലയാണ്. അവൾ കമന്നടിച്ച് കട്ടിലേക്ക് വീഴുന്നുണ്ട്. അതുപോലെ തന്നെ ഉറക്കനെ കരയാണ്. പിന്നീട് പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവളുടെ മുന്നിൽ വെച്ച് മരിച്ചുപോയ ആ ഒരു കൽപ്പന എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ ആത്മാവ് അങ്ങോട്ടേക്ക് വരികയാണ്. ആ ആത്മാവിനെ കൊണ്ട് എന്നെ ടാനിയുടെ തലമുടി പിടിച്ച് വലിപ്പിക്കുകയാണ് കേട്ടോ. അതൊന്നും ഫുള്ളായിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ആ സീൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അത് കേട്ട് മനസ്സിലാക്കിയാൽ മതി. എന്തായാലും അവളുടെ മുടി പിടിച്ച് പിറകിലേക്ക് വലിക്കുമ്പോൾ ആ തലയിൽ ഇറച്ചി വരെ പറഞ്ഞു വരികയാണ്. ഇപ്പം മറ്റൊരു ഭാഗത്ത് നമ്മുടെ ടോണിയെ കാണിക്കുകയാണ്. ഗേൾഫ്രണ്ട് ആയിട്ടുള്ള ടാനിയക്ക് എന്താ സംഭവിക്കുന്നതെന്ന് പോലും അവൻ അറിയുന്നില്ല. അവനിപ്പം നേരെ പോയിരിക്കുന്നത് നമ്മുടെ ആ ഒരു ഫോട്ടോഗ്രാഫർ ബാബു ചേട്ടൻ ഉണ്ടല്ലോ അയാളുടെ വീട്ടിലേക്കാണ്. എന്നിട്ട് പറയാണ് എനിക്ക് ആ ഒരു ടാനിയെ കല്യാണം കഴിക്കണം, അവളുടെ അച്ഛന്റെ കയ്യിൽ നല്ല പൂത്ത കാശ, അപ്പൊ അയാളെ ഒന്ന് വശ്യപ്പെടുത്താനുള്ള എന്തെങ്കിലും ഒരു വഴി വേണമെന്ന് പറയാണ്. അപ്പൊ ബാബു ചേട്ടൻ പറയാണ് നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ ചെയ്തു തരാം. ഇതേ നേരം തന്നെ ബാബു ചേട്ടന്റെ ടേബിളിൽ ചില ഫോട്ടോസ് ഈ ടോണി കാണുന്നുണ്ട്. നമ്മുടെ പെണോർ, അവളുടെ കൂട്ടുകാരിയായിട്ടുള്ള ലാലു, അതുപോലെ തന്നെ ചില പല്ലികൾ. അപ്പൊ അതിലൂടെ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ലാലുവിനെ കൂടോത്രം ചെയ്ത് ദുർമന്ത്രവാദം ചെയ്ത് അത്രയും ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞത് അത് മറ്റാരുമല്ല ഈ ബാബു ചേട്ടൻ തന്നെയാണ്. അത് നമ്മുടെ പെണോറിനും അറിയാം. ഇപ്പൊ ഈ ബാബു ചേട്ടൻ ഉണ്ടല്ലോ ഇയാളുടെ വീടിന്റെ മുകളിൽ വെച്ച് എന്തോ ശബ്ദം കേട്ടപ്പോൾ അയാൾ മുകളിലേക്ക് പോയി നോക്കുകയാണ്. പോയി നോക്കിയപ്പോൾ അത് മറ്റാരുമല്ല നമ്മുടെ പെണോർ തന്നെ. എന്നാൽ പെണോർ ഇങ്ങനെ അയാളുടെ അടുത്തേക്ക് വരുമെന്ന് അയാൾക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് തന്നെ ഒരു മാന്ത്രിക
പ്രത്യേക പാവ അയാൾ കയ്യിൽ തയ്യാറാക്കി വെച്ചായിരുന്നു. നിന്റെ വിദ്യയൊന്നും എന്റെ അടുത്ത് നടക്കില്ലടി എന്ന് പറഞ്ഞിട്ട് ആ പാവയുടെ കൈയും കാലും പിടിച്ചു തിരിക്കുമ്പോൾ അതുപോലെ തന്നെ പെണോറിന് വേദനയാവുകയാണ്. എന്നാൽ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് പെണോർ ഒരു കത്തിയെടുത്ത് ഇയാളുടെ കാലിൽ കുത്തി തൽക്കാലം അവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. എന്നാൽ അവിടെ തന്നെ അവളുണ്ട്. പിന്നീട് പിന്നിൽ നിന്നും കയറി വന്ന പെണോർ എന്ത് ചെയ്തു എന്നറിയോ? ടാനിയുടെ വീട്ടിൽ നിന്നെടുത്ത ആ ഒരു കറുത്ത പട്ടിയുടെ രക്തം ഇയാളുടെ, അതായത് ബാബുച്ചേട്ടന്റെ ദേഹത്തേക്ക് ഒഴിക്കുകയാണ്. ഈ കറുത്ത പട്ടിയുടെ രക്തം ഒരാളുടെ ദേഹത്തായി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നീട് അയാളുടെ മാന്ത്രിക ശക്തി ഉപയോഗിക്കാൻ കഴിയില്ല. ഇപ്പൊ ബാബുച്ചേട്ടനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയം നോക്കി നമ്മുടെ പെണോർ കയ്യിലുണ്ടായിരുന്ന വടി വെച്ച് ഇയാൾ ഒരുപാട് തവണ അടിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ താഴെ നിൽക്കുന്ന നമ്മുടെ ടോണിക്ക് മുകളിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. ഇപ്പൊ അവന്റെ അടുത്തേക്ക് നമ്മുടെ ടാനിയ വരികയാണ്. ടാനിയുടെ ആ ഒരു കോലം എനിക്ക് കാണിക്കാൻ പറ്റില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കുറച്ച് ബ്ലറൊക്കെ ആക്കി ഞാൻ കാണിക്കാം കേട്ടോ. എന്തായാലും ടാനിയ വന്നിട്ട് ടോണിയോട് രക്ഷപ്പെടുത്താൻ പറയാണ്. പക്ഷെ ടോണി എന്ത് ചെയ്യാനാ? ഈ സമയത്താണ് മുകളിൽ നിന്നും പെണോർ താഴേക്ക് വരുന്നത്. താഴേക്ക് വന്നത് മാത്രമല്ല, ഇവര് രണ്ടുപേരെയും ഒരു കസേരയിൽ കെട്ടിയിടുകയാണ്. പിന്നീട് അവിടെ നടന്ന കാര്യം എനിക്ക് കാണിക്കാൻ പറ്റില്ല, എന്നാലും ഇച്ചിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി ബ്ലറാക്കി ഞാൻ കാണിക്കാം കേട്ടോ. അതായത് ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ ടോണിയുടെ ഓരോ വിരലും പിടിച്ച് ഒരു കട്ടിംഗ് പ്ലെയർ കൊണ്ട് പൊട്ടിച്ച് കളയാണ്. അതുപോലെ തന്നെ ടാനിയുടെ പിന്നീട് ഒരു കമ്പി ഉപയോഗിച്ച് ഇവരുടെ തൊലിയുടെ ഉള്ളിൽ കൂടെ ഈ കമ്പി ഇങ്ങനെ കയറ്റി അപ്പുറത്തേക്ക് എടുത്ത്, അതായത് സൂചിയും നൂലും ഉപയോഗിച്ചുകൊണ്ട് ഒരു തുണി എങ്ങനെയാണ് തുന്നുക അതുപോലെ രണ്ടും കിടന്ന് അലറി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് അവിടുത്തെ ആ ഒരു സ്കൂളാണ്. നമ്മുടെ ഈ പെനോറും അതുപോലെ ടോണി, ടാനിയ ഇവരൊക്കെ പഠിക്കുന്ന ആ ഒരു സ്കൂളുണ്ടല്ലോ. അപ്പൊ അവിടുത്തെ പിയോണ് നമ്മുടെ മാഷുണ്ടല്ലോ ഹരിദാസ് മാഷിനോട് പറയാണ്, സാറേ നമ്മൾ ആ ഒരു പൂട്ടി കിടക്കുന്ന ക്ലാസ് റൂമിൽ നിന്ന് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര സ്മെല്ല് വരുന്നുണ്ട്, പോയി നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അതിന്റെ ആ ഒരു ഡോറെല്ലാം തുറന്ന് ഉള്ളിലേക്ക് കയറിയപ്പോ ഒടുക്കത്താ നാറ്റം. പിന്നീട് ലൈറ്റ് ഇട്ട് നോക്കിയപ്പോ ഒരു കാര്യം കണ്ട് രണ്ടുപേരുടെയും കിളി പാറുകയാണ് കേട്ടോ. അതായത് 5-6 കുട്ടികളെ ചെയറിലിരുത്തിക്കൊണ്ട് അത് ക്രൂരമായിട്ട് ഉപദ്രവിച്ച് കൊന്നിരിക്കുകയാണ്. അവരുടെ ആ ഒരു ശരീരം അഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ആരാന്നറിയോ? ടാനിയ അതുപോലെ തന്നെ ടോണിയുടെ ആ ഒരു ബാക്കിയുള്ള 5 ഫ്രണ്ട്സ് ഉണ്ടല്ലോ, നമ്മുടെ പെണോറിനെ ഉപദ്രവിക്കാൻ നോക്കിയില്ലേ, റേപ്പ് ചെയ്യാൻ നോക്കിയില്ലേ, അവര് തന്നെ. അവർക്കുള്ള പണി നേരത്തെ തന്നെ പെണോർ കൊടുത്തിട്ടുണ്ട്. ഈ കാര്യം കണ്ട് ഹരിദാസ് മാഷും ആ ഒരു പിയൂണും ഞെട്ടി അവിടെ നൂടുകയാണ്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് പെണോറിനെ അന്വേഷിച്ചുകൊണ്ട് ലാലുവിന്റെ അച്ഛനുണ്ടല്ലോ അലക്സും അയാളുടെ അസിസ്റ്റന്റും കൂടെ അവിടെ മുഴുവൻ അരിച്ചു പെറുകയാണ്. ആ കൂട്ടത്തിൽ സൂര്യയുടെ വീട്ടിലേക്കും വരുന്നുണ്ട്. അവിടെ നോക്കിയിട്ടൊന്നും പെണോറിനെ കാണുന്നില്ല. ഇപ്പൊ സൂര്യയും വിളിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. എന്നാൽ ആ ഒരു സമയത്ത് വല്ലാത്തൊരു നാറ്റം. അപ്പൊ ആ ഒരു സ്മെല്ലുള്ള ഭാഗത്തേക്ക് ഇവര് ചെന്ന് നോക്കിയപ്പോ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? ബാബുച്ചേട്ടൻ ഉണ്ടല്ലോ, ഇയാളെ ഒരു കസാരയിൽ കെട്ടിയിട്ട് ചെയ്യാത്തതായിട്ടൊന്നുമില്ല, തൊണ്ട മുതൽ വയറിന്റെ താഴെ വരെ കയറി ഉള്ളിലുള്ളത് മുഴുവൻ പുറത്തേക്ക് വലിച്ചെടുത്തിരിക്കുകയാണ്. ഇയാൾക്ക് തൊലിയൊന്നുമില്ല, ഇറച്ചി മാത്രമേ ഉള്ളൂ. അങ്ങനെ അത്രയും ബ്രൂട്ടലായിട്ട് പെണോർ ഇയാളെ കൊന്നിട്ടുണ്ട്. എങ്ങനെ ഇയാളെങ്ങനെ കൊല്ലാതിരിക്കുക? ലാലുവിനെ കൂടോത്രം ഉപയോഗിച്ച് അത്രയും ബ്രൂട്ടലായിട്ട് കൊന്ന ആളല്ലേ. അയാളോട് പെനോർ പകരം വീട്ടില്ലേ? പകരം വീട്ടി. ഇപ്പൊ അലക്സ് വിചാരിക്കുകയാണ് ഇയാളുടെ ബോഡി ഇവിടെ ഉണ്ടെങ്കിൽ ഇയാളുടെ വീട്ടിൽ എന്തായിരിക്കും? അതുകൊണ്ട് തന്നെ ബാബുച്ചേട്ടന്റെ വീട്ടിലേക്ക് ഇവരൊന്ന് പോയി നോക്കുകയാണ്. പോയി നോക്കുമ്പോൾ കാണുന്ന എന്താ? മരിച്ചു കിടക്കുന്ന ടോണിയും ടാനിയുടെയും ബോഡി. അതും വളരെ ബ്രൂട്ടലായിട്ട് കൊന്നിരിക്കുകയാണ്. പിന്നീട് നോങ്പായ എന്ന് പറഞ്ഞ ആ ഒരു ഗ്രാമം മുഴുവനായിട്ട് ഇവർ അരിച്ചു പെറുക്കുന്നുണ്ടെങ്കിലും പെനോറിനെ കിട്ടുന്നില്ല കേട്ടോ. പിറ്റേ ദിവസം ആ നോങ്പായ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഒരു ഉത്സവം നടക്കുകയാണ്. അപ്പൊ ഗ്രാമത്തിലുള്ള എല്ലാവരും അവിടെ വന്നിട്ടുണ്ട്. ഇതുപോലുള്ള ദുഷ്ടശക്തികളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു പൂജയും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. നാട്ടിലെ ഒരുവിധം എല്ലാവരും ഉണ്ട്. മറ്റേ സ്കൂളിലെ മാഷുണ്ടല്ലോ ഹരിദാസ്, അയാൾ വരെ അവിടെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഈ പൂജയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുകയാണ് എല്ലാവരും. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് ഒരു ഇറച്ചി കഷ്ണം കിട്ടുകയാണ്. ആ ഇറച്ചിയിൽ ഒരു ടാറ്റു കുത്തിയതുപോലെ. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്, ആ മരിച്ചുപോയ ബാബുച്ചേട്ടൻ ഉണ്ടല്ലോ, ഇയാളുടെ ശരീരത്തിലെ പല ഇറച്ചിയുടെ കഷ്ണങ്ങളും ഈ ഭക്ഷണത്തിൽ നമ്മുടെ പെണോർ നേരത്തെ ചേർത്തിട്ടുണ്ട്. അത് കഴിച്ച് എല്ലാവർക്കും ഓക്കാനും ഛർദിയും വരികയാണ്. വല്ലാത്ത വേദനയും, ഭ്രാന്തന്മാരെ പോലെ അവർ കിടന്ന് കളിക്കാൻ തുടങ്ങി. ഈ നാട്ടുകാർക്കിട്ട് പണി കൊടുക്കാൻ മിക്കവാറും പെണോർ ഇങ്ങോട്ടേക്ക് വരുമെന്ന് ഒരാൾക്ക് അറിയായിരുന്നു. ഒരാളല്ല, 2 പേരുണ്ട്, നമ്മുടെ അലക്സും അതുപോലെ തന്നെ സൂര്യക്കും. അപ്പൊ അവര് 2 പേരും അവിടെ തന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ നാട്ടുകാർ മുഴുവനും ഭ്രാന്തളകിയതുപോലെ അവിടെ കിടന്ന് കളിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അത് കണ്ട് ചിരിച്ചുകൊണ്ട് പെണോർ വരികയാണ്. അവൾ അത് ആസ്വദിക്കുകയാണ്. ഇപ്പൊ പെട്ടെന്ന് തന്നെ അവളുടെ മുന്നിലേക്ക് പോയിട്ട് നമ്മുടെ സൂര്യ പറയാണ്, പെണോറെ ദയവ് ചെയ്ത് ആരും ഉപദ്രവിക്കില്ലേ, കൊല്ലല്ലേ എന്നൊക്കെ പറയാണ്. അപ്പൊ പെണോർ പറയാണ്, ഞാൻ എന്തിനാ ഇവരെ ഉപദ്രവിക്കാൻ നിൽക്കുന്നത്? ജനിച്ച അന്ന് മുതൽ ഒരു പേപ്പട്ടിയെ നോക്കുന്നത് പോലെയാണ് ഈ നാട്ടുകാർ മുഴുവനായിട്ട് എന്നെ നോക്കിയത്. ആരെങ്കിലും എന്റെ കൂടെ നിന്നോ, അതുകൊണ്ട് അനുഭവിക്കട്ടെ. നീ എന്റെ മുന്നിൽ നിന്ന് മാറ്, തൽക്കാലം ഞാനിപ്പോ നിന്നെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാണ്. അങ്ങനെ അവിടെ വെച്ച് നമ്മുടെ പെണോറിന്റെ ഒരു വിളയാട്ടായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന ഒരാള്, മറ്റാരുമല്ല, നമ്മുടെ സ്കൂളിന്റെ മാഷുണ്ടല്ലോ ഹരിദാസ്. ഇയാള് വന്നിട്ട് എന്തിനാണെന്ന് അറിയില്ല നമ്മുടെ സൂര്യയുടെ കഴുത്തിന് ഇറുക്കി പിടിക്കുകയാണ്. മാത്രമല്ല അവന്റെ ഈ ബേക്ക് ഉണ്ടല്ലോ, ചന്തിയുടെ ഭാഗം, അവിടെ ഒരു ഒറ്റ അടിയാണ്. ആ നേരത്ത് അവന്റെ ആ ഒരു ബേക്കത്തെ ഹോളിലൂടെ അവന്റെ വയറ്റിലേക്ക് എന്തോ ഒരു സാധനം കയറിപ്പോവാണ്. ഒരു കറുത്ത പുക. അത് ഉള്ളിൽ കയറിയതും പാവം നമ്മുടെ സൂര്യൻ നിലത്ത് വീണ് കിടന്ന് പെടയാൻ തുടങ്ങുകയാണ്. അവന്റെ വയറ്റിൽ കാല് വെച്ചുകൊണ്ട് ഈ ഹരിദാസ് പറയാണ്, കുറെ നേരമായി നിന്റെ കളി ഞാനിങ്ങനെ കാണുന്നു, കുറെ കാലമായി ഞങ്ങളിങ്ങനെ ക്ഷമിക്കുന്നു, ഇനിയും കാത്തിരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. നിനക്കൊരു കാര്യം അറിയോ? നിന്റെ അച്ഛൻ അത് ഞാൻ തന്നെയാണ്. എന്റെ കൂട്ടാളിയായിട്ടുള്ള ആ ബാബുവിനെ നീ കൊന്നു കളഞ്ഞു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനന്തരാവകാശി വേണമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് ഞാൻ മുതിർന്നത്. പക്ഷെ അത് ഞങ്ങൾക്ക് തന്നെയുള്ള ഒരു പണിയാവുമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് നീ ഇനി ഇവിടുന്ന് അനങ്ങിയാൽ ഈ കിടക്കുന്ന സൂര്യൻ നിനക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണെന്ന് എനിക്കറിയാം. ഇവനെ ഞാൻ കൊന്നു കൊല വിളിക്കുന്നു പറയാണ്. അതുകൊണ്ട് അടങ്ങിയിരുന്നു എന്ന് പറയണം. ഇത് കേട്ടപ്പോ പെനോർ ആകെ ഷോക്കായി പോയി. പെട്ടെന്ന് തന്നെ അവളെ ഈ ഹരിദാസ് മാഷിന്റെ ആൾക്കാർ വന്നിട്ട് കെട്ടി
കൊണ്ടുപോവാണ്. എന്നാൽ സൂര്യയുടെ കാര്യമായിരുന്നു കഷ്ടം. അവന്റെ ഉള്ളിലേക്ക് ഈ മാഷ് കയറ്റിവിട്ട ഒരു പൈശാചിക ശക്തി ഉണ്ടല്ലോ, അത് കാരണം പാവത്തിന് വേദന സഹിക്കാൻ കഴിയുന്നില്ല. അവന്റെ വയറങ്ങനെ വീർത്ത് വീർത്ത് അതിങ്ങനെ പൊട്ടാൻ പാകത്തിനായി നിൽക്കുകയാണ്. സൂര്യയുടെ അച്ഛൻ ആ ഒരു സന്യാസിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് പല ചികിത്സയും പല രീതികളിലൂടെയും അവനെ ഭേദമാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല. ഇതേ നേരം തന്നെ മാഷിന്റെ ആൾക്കാർ പെനോറിനെ പിടിച്ചു കൊണ്ടുപോയല്ലോ. പിന്നീട് അവളെ നല്ല വൃത്തിയിൽ കുളിപ്പിക്കുകയാണ്, എന്തൊക്കെയോ ചില പൂജകൾ ചെയ്യിപ്പിക്കുകയാണ്. പിന്നീട് പെനോറിനെ ആ ഒരു മാഷിന്റെ മുന്നിൽ കൊണ്ടിട്ട് ഇരുത്തുകയാണ്. ഇതേ നേരത്തെ തന്നെ ചില പൂജകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മാഷാണെങ്കിൽ ഇവരുടെ ആ ഒരു കുലദൈവം ഉണ്ടല്ലോ, 4 കൈകളുള്ള ആ ഒരു പ്രത്യേക ശില്പം, അതിന്റെ മുഖത്തെ ആ ഒരു മുഖം മൂടി ഇവർ ഊരിയെടുക്കുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലാകുന്നത് അതൊരു ദൈവമൊന്നുമല്ല, അതൊരു പിശാചാണ്. തലയോട്ടിയുടേത് പോലുള്ള ഒരു തലയുള്ള ഒരു പിശാച്. അതിന്റെ ആ ഒരു മുഖം മൂടി എടുത്ത് ഇപ്പൊ ഈ ഒരു മാഷിട്ട് ഈ മാഷിനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? സ്വന്തം മകളെ തന്നെ റേപ്പ് ചെയ്യാൻ പോവാണ്. അതിലൂടെ അവളുടെ ഉള്ളിലേക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടി പോവാണ്. അതായത് സ്വന്തം മകളിലൂടെ ഒരു അനന്തരാവകാശിയെ ഇയാൾ ഉണ്ടാക്കാൻ പോവാണ്. പൈശാചികം എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെയൊക്കെ അങ്ങേ അറ്റെന്ന് പറയാം. ഇതേ സമയത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് നമ്മുടെ സൂര്യ വേദന എടുത്ത് പൊളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവന്റെ അരികിലേക്ക് കമലയുടെ കൂട്ടുകാരി മായ വരുന്നുണ്ട് കേട്ടോ. മായ നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എന്നാൽ ഇവിടെ ഒരു ഐഡിയ ഉണ്ട്. നമ്മുടെ പെനോറിന്റെ കൂടെ ജനിച്ചതാണ് മറ്റേ ആ ഒരു കുഞ്ഞ്. ആ കുഞ്ഞിന്റെ മൃതദേഹം ഇവരുടെ കയ്യിലുണ്ടല്ലോ, അതിന്റെ തൊലിയുടെ ഒരു ഭാഗം എടുത്ത് ഒരു പരീക്ഷണം എന്നോണം ഒരു മരുന്ന് പോലെ ആക്കി അവന്റെ വായിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്തായാലും ആ ഒരു പരീക്ഷണം അത് വിജയിച്ചു. സൂര്യയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു പൈശാചിക ശക്തി പുറത്തേക്ക് ഛർദ്ദിച്ച് കളയാണ് അവനിപ്പോ. പിന്നീട് ആരോഗ്യം തിരിച്ചു കിട്ടിയ സൂര്യ എന്താ ചെയ്തതെന്ന് അറിയോ? നമ്മുടെ അലക്സ് പിന്നെ വേറെ കുറച്ച് പോലീസുകാർ ഇവരെ കൂട്ടി നേരെ, അവനിക്കറിയാലോ എവിടെയാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നതെന്ന്, ആ പഴയ ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. പോലീസുകാർ വേഗം അങ്ങോട്ടേക്ക് വന്നു. അവരുടെ ആ ഒരു പൂജയെ തന്നെ തടുക്കുകയാണ്. ഈ മാഷിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പോലീസുകാരെയും സൂര്യ ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ എല്ലാത്തിനും വെടിവെച്ചിടുകയാണ്. ഇപ്പൊ പോലീസുകാരെ ഒഴിവാക്കാനായിട്ട് ഈ ഹരിദാസ് മാഷ് ഉണ്ടല്ലോ, ഇയാളുടെ മാന്ത്രിക ശക്തി ഉപയോഗിക്കുകയാണ്. ഒരുപാട് കാക്കകളെ അങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. എന്നാൽ പെട്ടെന്ന് ഈ കാക്കകളൊക്കെ തീ പിടിച്ച് നിലമ്പൊത്തി വീഴാണ്. ഇതെങ്ങനെ സംഭവിച്ചേ? മാന്ത്രിക ശക്തി അത് അവന് മാത്രമല്ല ഉള്ളത്, മായക്കും ഉണ്ട്. മായയുടെ ആ ഒരു മാന്ത്രിക ശക്തിയിലൂടെയാണ് ഈ കാക്കകൾക്ക് തീ പിടിച്ച് അവറ്റകൾ താഴേക്ക് വീഴുന്നത്. എന്തായാലും സ്വന്തം മോൾക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ ഹരിദാസ് മാഷി എന്താ ചെയ്യുന്നതെന്ന് അറിയോ? അവളുടെ ഉള്ളിലുള്ള ആ ഒരു പൈശാചിക ശക്തി ഇയാൾ തിരിച്ചെടുക്കാൻ നോക്കുകയാണ്. അതായത് പെനോറിന്റെ തലയിലേക്ക് തന്നെ ആ ഒരു മുഖം മൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് കർമ്മങ്ങളിലൂടെ അവളുടെ ഉള്ളിലെ ശക്തി എടുക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഈ മാഷിന്റെ ശരീരത്തിന് തീ പിടിക്കുകയാണ്. അതിന് കാരണക്കാരി മായ തന്നെയാണ്. അതായത് ആ ഒരു ചാപിള്ളയുടെ ബാക്കിയുള്ള ശരീരം അവൾ ചില മന്ത്രങ്ങൾ ചൊല്ലി കത്തിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ മാഷിന്റെ ദേഹത്തിന് തീ പിടിച്ചത്. പിന്നീട് വേദന എടുത്ത് പെടഞ്ഞ് ഇയാൾ താഴെ വീണപ്പോ കൈകൊണ്ട് മന്ത്രം ചൊല്ലി നിലത്ത് ഒരൊറ്റടിയാണ്. അതിൽ ആ ഒരു തീ കെട്ടു. മന്ത്രവാദം ചെയ്തുകൊണ്ടിരിക്കുന്ന മായയ്ക്കും അതിന്റെ ആ ഒരു എഫക്ട് വരുന്നുണ്ട്. പിന്നീട് ആരോഗ്യം തിരിച്ചു കിട്ടിയ മാഷ് ചാടി എഴുന്നേൽക്കാണ്, നമ്മുടെ സൂര്യയെ പിടിക്കുകയാണ്. അതായത് അവനെ വെച്ച് നമ്മുടെ പെനോറിനെ ഭീഷണിപ്പെടുത്താനായിട്ട്. ആ സമയത്ത് സൂര്യ പറയാണ്, പെനോറെ എന്റെ കാര്യം നോക്കണ്ട, കയ്യിൽ കിട്ടിയ ആയുധം ഉപയോഗിച്ച് നീ എന്നെ നോക്കാതെ കുത്തിക്കോ എന്ന് പറയാണ്. കാരണം ഇയാളെ ഇപ്പൊ ഇവിടെ വെച്ച് ഇല്ലാതാക്കണം. ഇവിടെ നടക്കുന്ന എല്ലാത്തരം ദുർമന്ത്രവാദങ്ങൾക്കും പിന്നിൽ ഇയാളാണ്. അപ്പൊ പെനോർ ഒന്നും നോക്കിയില്ല, കയ്യിൽ കിട്ടിയ ഒരു വലിയ കമ്പി എടുത്ത് ഒരേറ്റ കുത്തു കൊടുത്തു. ആ കമ്പി പിന്നീട് സൂര്യയുടെ വയറ്റിലൂടെ കയറിയിട്ട് ഈ ഹരിദാസിന്റെ വയറ്റിലേക്കും കയറുകയാണ്. പിന്നീട് ആ ഒരു കമ്പി വലിച്ചു ഊരുന്നുണ്ട്. ഇതിനുശേഷം നമ്മുടെ പെനോർ എന്താ ചെയ്തതെന്ന് അറിയോ? നേരെ പോവാണ് ഈ ഹരിദാസിന്റെ നെഞ്ചത്തേക്ക് കയറി കിടന്നിട്ട് ഒരു കത്തി എടുത്ത് അവിടെ കയറി ഇയാളുടെ ഹൃദയം പറിച്ചങ്ങ് തിന്നുകയാണ്. അതിലൂടെ ഇയാളുടെ ഉള്ളിലുള്ള എല്ലാ ശക്തിയും ഇപ്പൊ പെനോറിന് കിട്ടി. മാത്രമല്ല അതിനുശേഷം പെനോർ ആ ഒരു എന്താ പറയാ, അതൊരു ദൈവമൊന്നും അല്ലാട്ടോ, ഒരു പിശാചാണ്. അതിന്റെ മുന്നിൽ പോയി നിന്ന് ആ ഒരു ശക്തി, എന്റെ ഉള്ളിലേക്ക് ഇപ്പൊ കയറിയ ശക്തി, അത് മുഴുവനായിട്ട് നിങ്ങൾ തന്നെ എടുത്തു, എനിക്കിതിന്റെ ആവശ്യമില്ല എന്ന് നമ്മുടെ പെനോർ പറയാണ്. പിന്നീട് ആ ഒരു ചാത്തൻ എന്ത് ചെയ്തു? അവളുടെ ഉള്ളിൽ ആ ഒരു ശക്തി മുഴുവനായിട്ട് തിരിച്ചെടുക്കുകയാണ്. അവളിപ്പോ ഒരു സാധാരണ മനുഷ്യ പെൺകുട്ടിയായി മാറി. അതോടെ ബോധം കെട്ട് താഴെ വീഴുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ സൂര്യയാണ്. അവന് വലിയ മുറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കിട്ടിയതുകൊണ്ടും രക്ഷപ്പെട്ടു കേട്ടോ. പിന്നെ അവന്റെ ആ ഒരു ചികിത്സയെല്ലാം കഴിഞ്ഞ് സൂര്യ ഇപ്പൊ നേരെ പെനോറിനെ കാണാൻ വേണ്ടി മായയുടെ വീട്ടിലേക്ക് വരികയാണ്. ഇപ്പൊ പെനോറിന്റെ അടുത്തേക്ക് വന്നിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാം ഓക്കെ അല്ലേ, ഇനിയിപ്പോ ആരെയും പേടിക്കുന്നു വേണ്ട കേട്ടോ എന്നൊക്കെ പെനോറിനോട് പറയുമ്പോൾ സൂര്യയോട് പെനോർ ഒരു കാര്യം ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്, ഞാൻ എങ്ങനെ ഇവിടെ വന്നത്, എനിക്ക് എന്താ പറ്റിയത്? അതായത് പെനോറിന് ഒരു കാര്യം ഓർമ്മയില്ല, അവളെല്ലാം മറന്നുപോയി. അത് തന്നെയാണ് നല്ലത്, ഒന്നും ഓർമ്മയില്ലാത്തതാണ് നല്ലത്. കാരണം അവൾക്കൊരു പുതിയ ജീവിതം കിട്ടുമല്ലോ, അവളുടെ കൂടെ സൂര്യ ഉണ്ടാവുമല്ലോ. അപ്പൊ എന്തായാലും കഥയുടെ അവസാനം നല്ല രീതിയിൽ തന്നെ അവസാനിച്ചല്ലേ. അപ്പോൾ കഥ ഇഷ്ടമായോ? ഇഷ്ടമായ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്താലും അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.